നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയതായ സുവിശേഷം 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം. പരിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാம் அதிகாரம் அதன் 3-4 வசனங்களை இன்றைய வேத தியானத்திற்காக நாம் படிக்கலாம். അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ போயதினை கண்டத்தும் வரை நோக்கி நடக்காதிருக்குமோ? அவர்களுக்கு அவர் சொன்ன உவமையாவது, உங்களில் ஒரு மனுஷன் 100 ஆடுகளை உடையவனாயிருந்து அவைகளில் ஒன்று காணாமற் போனால் 99 ஆடுகளையும் வனாந்தரத்திலே விட்டு காணாமற் போன ஆட்டை கண்டுபிடிக்கும் அளவும் தேடி திரியானோ? കാണാതെ പോയ ആട്. കാണാമർ പോണ ആട്. നമ്മുടെ നാട്ടിൽ ആട് വളർത്തൽ കുറഞ്ഞു വരികയാണല്ലോ. നമ്മുടെ ഊരിലെ ആട് വളർത്തുகிறதான വേലി അത് കുറഞ്ഞു വരുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആടുകളെ വളർത്തി മേയ്ക്കുന്ന ഇടയന്മാർ പല രാജ്യങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ആണാലും ആയിരക്കണക്കാன ആടുകളെ മേയ്ത്ത് വളർത്തുகிறதான മേയ്പ്പറുകൾ പല ഊരുകളിലും രാജ്യങ്ങളിലും ഇരിക്கிறார்கள். യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്തും പാലസ്തീനയിൽ ഇപ്രകാരമായിരുന്നു. യേശുവാനവർ ഭൂമിയിലെ വാഴ്ന്ന നാட்களிலே പലസ്തീന ദേശത്തിലും ഇപ്പടി ഇരുന്നത്. അതുകൊണ്ട് അവർ കേൾവിക്കാർക്ക് വളരെ പരിചയമുള്ള ഒരു ഉപമ യേശു അവരോട് ഇവിടെ പറയുകയാണ്. ആദലാൽ തമ്മை കേൾக்கிறவர்களுக்கு மிகவும் அறிமுகமான ஒரு உவமையை ஆண்டவர் சொல்லிக் கொடுக்கிறார். അതിങ്ങനെയാണ്, ഒരു മനുഷ്യന് 100 ആടുണ്ട് ഇരിക്കട്ടെ. அது இப்படித்தான் ஒரு மனிதனுக்கு 100 ஆடுகள் இருக்கிறது என்று சிந்தித்துக் கொள்ளுங்கள். അതിൽ സന്ധ്യാവേളയിൽ ആടുകളെ തൊഴുത്തിലോട്ട് ചേർക്കുന്നതായ സമയത്ത് എണ്ണി നോക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. ஆனால் மாலை வேளையிலே இந்த ஆடுகளை தொழுவத்திலே கொண்டு சேர்க்கும் பொழுது அதன் எண்ணிக்கையை எடுத்த பொழுது ஒரு ஆடு குறைவுபட்டிருக்கிறது. 100-ൽ 1 കുറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അത് ആ ഇടയനെ മനസ്സിനെ അലട്ടുകയുണ്ടായി. அந்த 100 ஆடுகளிலே ஒன்றுதான் குறைவென்றால் கூட அது அந்த மேய்ப்பனுடைய மனதை துக்கப்படுத்திட்டு, ഒന്നിനെയല്ലേ കാണാതെ പോയുള്ളൂ, സാരമില്ല എന്ന് വയ്ക്കാതെ ആ 99 അവിടെ വിട്ടേച്ച് കാണാതെ പോയ ഒരാടിനെ തേടി ആ ഇടയൻ പുറപ്പെടുകയാണ്. ஒன்றுதானே காணாமல் போய்விட்டது, பரவாயில்லை போகட்டும் என்று அவன் நினைக்காமல் அந்த 99 ஆடுகளையும் அங்கே விட்டுவிட்டு அந்த ஒரு ஆட்டை தேடி அவன் போகிறான். ഒരു ദേശത്ത് ഏതെല്ലാം തരത്തിലുള്ള ഭൂപ്രകൃതിയിൽ ഒരാടിനെ തേടിയുള്ളതായി പോക്ക് എത്ര ക്ലേശതരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. பலவிதமான தனித்தன்மைகள் நிறைந்ததான ஒரு பிரதேசத்திலே இந்த ஆடு காணாமற் போனால் அதை தேடி திரிவது எவ்வளவு சிரமம் என்பதை நம்மாலே ஊகித்துக் கொள்ள முடியும். സ്വാഭാവികമായും പിറ്റേ ദിവസമായിരിക്കുകയില്ല, ആ രാത്രി തന്നെ ഒരു വേള ഇടയൻ പോയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുകയാണ്. இயற்கையாகவே மறுநாளுக்காக அவன் காத்திருக்காமல் அந்த இரவில் தானே அந்த மேய்ப்பன் போயிருப்பான் என்றுதான் நான் சிந்திக்கிறேன். ഇങ്ങനെയാണ് ഒരു ഇടയനും ആടുകളും നമ്മുടേതായ ബന്ധം. இதுதான் ஒரு மேய்ப்பனுக்கும் தமது மந்தைக்கும் உள்ள உறவு. 100 ആടുകളിൽ ഒന്നിനെ മാത്രം കാണാതെ പോയാലും ഇടയൻ തേടി കണ്ടുപിടിക്കും. 100 ஆடுகளிலே ஒன்றுதான் காணாமல் போனாலும் கூட மேய்ப்பன் அதை தேடி கண்டடைப்பான். 100 എന്നൊരു ചെറിയൊരു സംഖ്യയല്ല എങ്കിലും അതിൽ ഒന്നിന് വലിയ പ്രാധാന്യം നൽകപ്പെടുകയാണ്. 100 என்பது ஒரு சிறிய தொகை அல்ல, ஆனாலும் அந்த ஒன்றுக்கு கூட பெரிய முக்கியத்துவம் அளிக்கிறார். യേശു എന്തിനാണ് ഈ ഉപമ പറഞ്ഞത്? ஏன் இயேசு இந்த உவமையை சொல்கிறார்? ഇന്ന് മാനവരാശിയുടെ നില നോക്കിയാൽ ഈ കാണാതെ പോയ ഒരു ആടിനെ പോലെ ആയിരിക്കുകയാണ്. இன்றைய மனுக்குலத்தின் நிலவரம் இந்த காணாமற் போன ஆடுக்கு ஒப்பாகத்தான் இருக்கிறது. നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ദൈവത്തിന് അങ്ങനെ തന്നെയാണ് കാണാൻ ഇടയാകുന്നത്. நம்மை ஒவ்வொருவரையும் கண்ணோக்கி பார்க்கும் பொழுது ஆண்டவருக்கு இப்படித்தான் நம்மை காண முடிகிறது. യേശു നല്ല ഇടയനാകിയാൽ നമ്മളെ ആരെയും വില കുറച്ച് കാണുന്നില്ല. இயேசு ஒரு நல்ல மேய்ப்பனாய் இருக்கிறபடினாலே அவர் நம்முடைய மதிப்பை குறைத்து எண்ணிடுவதில்லை. നാം ഉയർന്നവരോ താണവരോ വിദ്യാസമ്പന്നരോ വിദ്യാഹീനരോ സമ്പന്നരോ ദരിദ്രരോ ആര് തന്നെ ആയിരുന്നാലും നമുക്ക് എല്ലാവർക്കും ദൈവം തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. நாம் உயர்ந்தவர்களாகவோ தாழ்ந்தவர்களாகவோ இருக்கலாம், நல்ல கல்வி அறிவுள்ளவர்களாக இருக்கலாம், இல்லாதவர்களாக இருக்கலாம், நாம் தரித்திரம் உள்ளவர்களாக இருக்கலாம், ஐஸ்வர்யமான்களாக இருக்கலாம். ஆனால் தேவன் நாம் ஒவ்வொருவருக்கும் அவர் ஒரே விதமான முக்கியத்துவம் தான் தருகிறார். ഒരു ഭവനത്തിൽ ഒരു അപ്പനമ്മയ്ക്കും എത്ര മക്കളുണ്ടെങ്കിലും ഓരോ കുട്ടിക്കും ഒരുപോലെയുള്ള പ്രാധാന്യം കൊടുക്കുവാൻ അവർ ശ്രദ്ധിക്കുന്നത് പോലെ ദൈവം തന്റെ സൃഷ്ടികളായ എല്ലാ മനുഷ്യരെയും ഒരുപോലെ മൂല്യമുള്ളതായി കാണുകയാണ്.
ஒரு குடும்பத்திலே பெற்றோர்களுக்கு எத்தனை பிள்ளைகள் இருந்தாலும் அவர்களுக்கெல்லாம் சமமான முக்கியத்துவத்தை அவர்கள் அளிப்பது போல நம்முடைய தேவன் நாம் ஒவ்வொருவருக்கும் அவர் மிகுந்த மதிப்பை தான் தருகிறார். ஒரே விதமாக நம்மை அவர் விலை மதிக்கிறார். അഖിലാണ്ട് മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം സകല മനുഷ്യർക്കും ഒന്നുപോലെ പ്രാധാന്യം നൽകി കാണുകയാണ്. சர்வ பிரபஞ்சத்தையும் படைத்ததான தேவன் எல்லா மனிதர்களுக்கும் ஒரு போல முக்கியத்துவம் அளிக்கிறார். ഇതിനെ കൂടുതൽ വ്യക്തമാക്കുക ഞാൻ നക്ഷത്രങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയട്ടെ. இதை குறித்து கூடுதல் தெளிவாக நான் சொல்லும்படியாக நட்சத்திரங்களை குறித்து 2 வாசகங்களை சொல்கிறேன். ദൈവം നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. தேவன் நட்சத்திரங்களையும் படைத்திருக்கிறார். എന്നാൽ ഈ നക്ഷത്രങ്ങളെ എണ്ണുവാൻ നാം ശ്രമിച്ചാൽ അതൊരു അസാധ്യമായ കാര്യം തന്നെയാണ്. நாம் இந்த நட்சத்திரங்களுடைய தொகையை எண்ண முயற்சித்தால் அது நம்மாலே கூடாத காரியமாகும். എങ്കിലും മനുഷ്യന്റെ പൊതുവായ അറിവിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ഏറെക്കുറെ ഒരു എണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ஆனால் மனிதர்களுடைய அறிவுக்காக விஞ்ஞானிகள் ஒரு ஏறக்குறைய ஒரு தொகையை அவர்கள் சொல்லியிருக்கிறார்கள். നക്ഷത്രങ്ങളുടെ സമൂഹം അല്ലെങ്കിൽ ഒരു ഗാലക്സി എന്ന നിലയിലാണ് ഇന്ന് നക്ഷത്ര സമൂഹം നക്ഷത്രങ്ങളെ അറിയപ്പെടുന്നത്. இந்த நட்சத்திர கூட்டங்கள் கேலக்சி என்கிற பெயரில் தான் இன்றைக்கு அறியப்படுகிறது. അതായത് ഈ പ്രപഞ്ചത്തിൽ ഏതാണ്ട് 20 ലക്ഷം കോടി നക്ഷത്ര കൂട്ടങ്ങളുണ്ട് പോലും. இந்த பிரபஞ்சத்திலே ஏறத்தாழ 20 ലക്ഷം കോടി നക്ഷത്ര കുടുംബങ്ങൾ നക്ഷത്ര കൂട്ടങ്ങൾ இருக்கிறதா. അതിൽ ഒരു ഗാലക്സിയാണ് നക്ഷത്ര കൂട്ടമാണ് മിൽക്കി വേ എന്ന് അറിയപ്പെടുന്നത്. അതിൽ ഒരു നക്ഷത്ര കൂട്ടത്തിൻ പേർதான் മിൽക്കി വേ. ആ ഒരു ഗാലക്സിയിൽ തന്നെ 20,000-ലധികം നക്ഷത്രങ്ങളുണ്ട്. அந்த ஒரே கேலக்சியில் தானே 20,000க்கு மேற்பட்டதான நட்சத்திரங்கள். നമ്മൾ കൂട്ടാമുകൾ കൂട്ടിക്കോ നക്ഷത്രങ്ങൾ ഏകദേശം എത്രയുണ്ടെന്ന് ആണ് ശാസ്ത്രന്മാർ പറഞ്ഞിരിക്കുന്നത്. அப்படி என்றால் உங்களால் தொகையிட முடிந்தால் நீங்கள் தொகையிடுங்கள். இந்த நட்சத்திரங்களுடைய எண்ணிக்கை எவ்வளவு என்று விஞ்ஞானிகள் சொல்லி இருக்கிறார்கள். 20 ലക്ഷം കോടിയെ 20,000 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമോ അതാണ് ഏകദേശം ഒരു കണക്ക്. 20 ലക്ഷം കോടിயை நீங்கள் 20,000 பெருக்கினால் எவ்வளவு கிடைக்குமோ அதுதான் ஏறத்தாழ உள்ள கணக்கு. എന്നാൽ അതിൽ ഒരേ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ஆனால் இந்த நட்சத்திரங்களிலே ஒன்று மட்டும்தான் இந்த சூரியன். ഈ സൗരവിധത്തിലെ ഒരു അംഗം മാത്രമാണ് ഈ ഭൂമി. இந்த சூரிய குடும்பத்திலே ஒரு அங்கத்தினர் மட்டும்தான் இந்த ആ பூமி. ഭൂമിയിലായിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ദൈവം എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് എത്ര മഹത്തായ ദൈവ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. இந்த பூமியில் இருக்கிறதான மனிதர்களுக்கு நமக்கு தேவன் இவ்வளவு விலை மதிப்பை தருகிறார் என்றால் அது தேவனுடைய சுபாவத்தின் மகிமை அது எவ்வளவு பெரிதாக இருக்கிறது என்பதை தானே காண்பிக்கிறது. നക്ഷത്രങ്ങൾ എണ്ണാമതല്ല അസംഖ്യമാണെന്ന് മനുഷ്യർ പറയുമ്പോൾ തന്നെ மனித நட்சத்திரங்களை எண்ண முடியாது அது எண்ணிக்கையற்றது என்று ദൈവം നക്ഷത്രങ്ങളെ എണ്ണുന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. தேவன் நட்சத்திரங்களை எண்ணி பார்க்கிறார் என்று வேதாகமம் சொல்கிறது. 147 സങ്കീർത്തനം 4 വാക്യത്തിൽ വായിക്കുമ്പോൾ 147 சங்கீதத்தின் 4 வசனத்திலே വായിക്കണം. 147 സങ്കീർത്തനം 4 വാക്യം. கர்த்தர் சாந்த குணம். അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുന്നു സൃഷ്ടാവായ ദൈവം. മാത്രമല്ല അത് ഓരോന്നിനും പേരും വിളിക്കുന്നു. நம்முடைய சிருஷ்டிகரான தேவன் நட்சத்திரங்களின் இலக்கத்தை எண்ணி அது மட்டுமல்லாமல் அவைகளுக்கெல்லாம் பெயரிடுகிறார். ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്ട് നമ്മുടെ വീട്ടിൽ ഒരു 10 മക്കളുണ്ടെങ്കിൽ ആ വീട്ടിലെ 10 മക്കളെയും ഒരു അന്യ ഒരാൾക്ക് പേര് ഓർത്ത് വിളിക്കാൻ സാധിക്കുമോ? நாம் சற்று சிந்தித்து பார்க்கலாம். நம்முடைய வீட்டிலே 10 குழந்தைகள் இருந்தால் அந்நிய நபருக்கு அந்த 10 பெயர்களையும் வரிசையாக நினைத்து சொல்ல முடியுமா? ഇനി അങ്ങനെ കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്തിൽ എത്ര മനുഷ്യരുണ്ടെന്ന പേരോടുകൂടെ നമുക്ക് ഓർക്കാൻ കഴിയുമോ? அப்படியானால் கூட பஞ்சாயத்தில் எத்தனை நபர்கள் இருக்கிறார் என்று பெயர் சொல்லி நமக்கு நினைக்க முடியுமா? എന്നാൽ നാം ഈ ലോകത്തിൽ കണക്ക് നോക്കുമ്പോൾ ഭൂമിയിൽ മൊത്തം 830 കോടി ജനങ്ങളുണ്ട്. நாம் இன்றைக்கு பார்த்தால் பூமியிலே மட்டும் 830 கோடி மனிதர்கள் இருக்கிறார்கள். 830 കോടി ജനങ്ങളെയും ദൈവം നേരിട്ടറിയുകയും അവരുടെ പേരറിയുകയും ചെയ്യുന്നവനാണ്. இந்த 830 கோடி மனுஷர்களையும் தேவன் நேர்முகமாக அறிந்திருக்கிறார். அவர்களுடைய பெயர் ஆண்டவருக்கு தெரியும். അത് ഇന്ത്യയിൽ 146 കോടി ജനങ്ങളുണ്ട്. இந்தியாவில் மட்டும் 146 கோடி ஜனங்கள். കേരളത്തിൽ കേവലം 1.5 കോടി ജനങ്ങൾ. கேரளாவில் 3.5 கோடி ஜனங்கள் தான். ഇടുക്കി ജില്ലയിൽ 11 ലക്ഷം ജനങ്ങളുണ്ട്. ഇടുക്കി മാവട്ടത്തിലെ 11 ലക്ഷം പേർ. ഇതിൽ നിന്ന് ഒരാളായ നമ്മെ ദൈവം നേരിട്ടറിയുകയും പേര് വിളിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്ര അത്ഭുതാവഹമായ ഒരു വിഷയമാണ്. ഇതിൽ ഒരു നബരായിരിக்கிற നമ്മെ ஆண்டவர் நேர்முகமாக அறிந்து பெயர் சொல்லி அழைக்கிறார் என்பது எவ்வளவு வியக்கத்தக்க காரியம். എന്താണ് കർത്താവിന് നമ്മോട് പറയാനുള്ളത്? ஆண்டவர் நம்மிடத்தில் என்ன சொல்ல விரும்புகிறார்? നക്ഷത്രങ്ങൾ അസംഖ്യമാണ് മനുഷ്യൻ പറയുമ്പോൾ ഞാൻ സൃഷ്ടിച്ച നക്ഷത്രങ്ങൾ എത്ര കോടിയുണ്ടെന്ന് എനിക്കറിയാം.
അവ ഓരോന്നിനും ഞാട്ടിരിക്കുന്ന പേരും ചൊല്ലി വിളിക്കുവാൻ എനിക്കറിയാം. நட்சத்திரங்கள் தொகையற்றதின் மனிதர்களாகி நீங்கள் சொல்லும் பொழுது அதன் எண்ணிக்கை எனக்கு தெரியும், அவைகளின் பெயரையும் எனக்கு தெரியும் என்று ஆண்டவர் சொல்கிறார். അങ്ങനെങ്കിൽ ലോകത്തിൽ എത്ര കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ കടന്നുപോയോ അവരുടെ എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി അറിയാം, അവരുടെ പേരും അറിയാം. இந்த உலகத்திலே இப்படி எவ்வளவு மனிதர்கள் உயிரோடு இருக்கிறார்களோ, எத்தனை பேர்கள் கடந்து சென்று விட்டார்களோ, அவர்களை எனக்கு நேரடியாக தெரியும், அவர்கள் பெயரும் எனக்கு தெரியும். ഇന്ന് രാത്രി പറയട്ടെ, എന്റെ കേൾവിക്കാരായി നിങ്ങളെനിക്ക് മുഖപരിചയം വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എത്ര പേരിയിരിക്കുന്നുവെന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എന്താണെന്നും എൻ ദൈവത്തിന് അറിയാം. நான் சொல்லட்டும், இங்கே இருக்கிறதான உங்களை எனக்கு அறிமுகம் இல்லை என்றாலும் இங்கே இருக்கிற நீங்கள் எத்தனை பேர்கள் என்றும் உங்கள் ஒவ்வொருவருடைய பெயர் என்னவென்றும் உங்களை படைத்த தேவனுக்கு நன்றாக தெரியும். ആ ദൈവം നമ്മുടെ മുമ്പിൽ എന്താണ് പറയുന്നത്? அந்த தேவன் நம்மை பார்த்து என்ன சொல்கிறார்? മകനെ മകളെ, നിനക്ക് ഒരു പ്രാധാന്യമുണ്ട്. மகனே மகளே, உனக்கு ஒரு முக்கியத்துவம் உண்டு. നീ എനിക്ക് വിലയേറിയവനാണ്, വിലയേറിയവളാണ്. நீ எனக்கு விலையேற பெற்றவள், விலையேற பெற்றவள். എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. நான் உன்னிடத்திலே பிரியமாயிருக்கிறேன். ഇതിങ്ങനെ കേട്ടിട്ട് സന്തോഷമുള്ളവര് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നെ പേര് ചൊല്ലി വിളിക്കുകയും പേര് ചൊല്ലി അറിയുകയും ചെയ്യുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, പ്രശംസിക്കുന്നു. என்னை பெயர் சொல்லி அறிகிற தேவன், பெயர் சொல்லி அழைக்கிற தேவன், இப்படி ஒரு தேவன் இருக்கிறார் என்பதிலே நான் மிகவும் சந்தோஷமாயிருக்கிறேன், பெருமை பாராட்டி கொண்டிருக்கிறேன். ഇപ്പോൾ യേശു പറഞ്ഞ ഉപമയിലേക്ക് മടങ്ങി വരാം. 100 ആടുകൾ ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് കാണാതെ പോയപ്പോൾ അതിനെ അങ്ങനെ വിട്ടുകളയാതെ അതിനെ തേടി ഇടയൻ പുറപ്പെടുകയും. இயேசு சொன்ன உவமைக்கு திரும்பி வருவோம். 100 ஆடுகளில் ஒன்று தொலைந்து விட்டாலும் அதை அப்படியே விட்டு விடாமல் அவை தேடி திரிகிறார், கண்டுபிடிக்கிறார். ഇന്ന് മനുഷ്യൻ കാണാതെ പോയ ഒരാടിന് തുല്യമാണ്. இன்றைக்கு மனிதன் காணாமல் போன ஆடுக்கு ஒப்பாக இருக்கிறான். നീ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല, இதுவரை രക്ഷിക്കപ്പെടவில்லை. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഇപ്പോൾ പിന്മാറി കാണപ്പെടുന്നു. நீ രക്ഷിക്കപ്പെട്ടവരാனாലും இப்பொழுது பின்மாற்றத்திலே നീ காணப்படுகிறாய். രക്ഷിക്കപ്പെടാത്തതിനാൽ നിന്റെ പേര് ജീവന പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. நீ രക്ഷിക്കപ്പെടാதபடினாலே உன்னுடைய பெயர் ஜீவன் புத்தகத்திலே നീ எழுதப்படவில்லை. ഒരിക്കൽ മനസ്സാന്തരപ്പെട്ടിട്ട് പിന്നെയും പാപത്തിലേക്ക് പോയതിനാൽ നിന്റെ പേര് ജീവന പുസ്തകത്തിൽ വായിക്കപ്പെട്ടിരിക്കുന്നു, ആ പുസ്തകത്തിൽ പേരില്ല. ஒருவரை நீ രക്ഷിക്കപ്പെട്ട பின்பு நீ பின்மாறி போனபடினாலே ஜீவ புத்தகத்திலிருந்து உன் பெயர் கிறுக்கி போடப்பட்டபடினாலே இப்பொழுது அந்த பெயர் அங்கே இல்லை. ദൈവജനത്തിന്റെ എണ്ണം തയ്യ നോക്കുമ്പോൾ ആ എണ്ണത്തിൽ നിന്നെ കാണുന്നില്ല, നിന്നെ കാണാതെ പോയിരിക്കുന്നു. தேவ ஜனத்தின் தொகையிடும் பொழுது ஆண்டவர் பார்க்கும் பொழுது உன்னுடைய பெயர் அங்கே இல்லை, நீ காணாமல் போய்விட்டாய். എങ്കിലും ഉപമയിലൂടെ യേശു എന്താണ് പറയുന്നത്? ஆனாலும் அந்த உபமையின் மூலமாக இயேசு என்ன നീ சொல்கிறார்? ഒരു കാണാതെ പോയ ആടാണെങ്കിലും ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നു. நீ ஒரு காணாமல் போன ஆடு என்றாலும் நான் உன்னை தேடி வந்திருக்கிறேன். നമ്മൾ ഓരോരുത്തർക്കും പ്രാധാന്യം നൽകുന്ന, നമ്മളെ ഓരോരുത്തരെയും അന്വേഷിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും വിലമതിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. நாம் ஒவ்வொருவருக்கும் முக்கியத்துவம் தருகிறதான, நமக்கு ஒரு விலை மதிப்பு வைக்கிறதான, நம்மை தேடி வருகிறதான ஒரு தேவன் நமக்காக இருக்கிறார். നിനക്ക് വേണ്ടി 99 ആടുകളെയും വിട്ടേച്ച് കാണാതെ പോയി നിന്നെ തേടി വരുന്ന ഇടയൻ, உனக்காக அந்த 99 ஆடுகளை அங்கே விட்டுவிட்டு காணாமல் போன உன்னை அவர் தேடி வருகிறார். അതാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി വന്നത്. அதனால்தான் தேவகுமாரனாகிய இயேசு உலகத்திலே மனிதனாக வந்தார். അവൻ 99 വിട്ടിട്ട് വന്നു. அந்த 99 அங்கே விட்டு வந்தார். ഇവിടുത്തെ 99 എന്താണ്? இங்கே உள்ளதான 99 என்றால் என்ன? നിത്യതയെ വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. அந்த நித்தியத்தை விட்டு பூமியிலே வந்தார். സ്വർഗ സിംഹാസനം വിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. பரலோக சிங்காசனத்தை துறந்து இங்கே வந்தார். പിതാവിനുള്ള സമത്വം വിട്ട് ഒരു മനുഷ്യനായി ദാസനായി ലോകത്തിലേക്ക് വന്നു. பிதாவுக்கு ஒப்பாயிருப்பதை விட்டு அவர் ஒரு மனிதனாக, ஒரு அடிமையாக பூமியிலே வந்தார். കോടാനുകോടി ദൂതന്മാരുടെ ആരാധ്യനായി ഇവൻ ആരാധന വിട്ട് ഭൂമിയിലേക്ക് നമ്മെ തേടി വന്നു. கோடாகோடி தூதர்களினாலே ஆராதிக்கப்பட்டவர் அந்த ஆராதனையை துறந்து இந்த பூமியிலே வந்தார். തന്റെ തേജസ്സും മഹത്വം നൽകിക്കൊണ്ടതെല്ലാം വിട്ടിട്ട് ഒരു മനുഷ്യനെ പോലെ, ഒരു ദാസനെ പോലെ, അടിമയെ പോലെ എന്നെയും നിന്നെയും തേടി ലോകത്തിലേക്ക്. தம்முடைய மகிமையை, ஜோதியை துறந்து ஒரு தாசனை போல, ஒரு அடிமையை போல என்னை உங்களை தேடி அவர் இந்த பூமியிலே வந்தார். നോക്കൂ, ദൈവം നമുക്ക് നൽകുന്നതായ പ്രാധാന്യം. பாருங்கள், ஆண்டவர் நமக்கு எவ்வளவு முக்கியத்துவம் கற்பிக்கிறார். അതെ, നിങ്ങൾ എത്ര പേര് ഈ നിലയിൽ ദൈവത്തെ ചിന്തിക്കുന്നുണ്ട്? நீங்கள் എത്ര പേർ இந்த நிலவரத்திலே தேவனை குறித்து சிந்திக்கிறீர்கள்? എനിക്കൊരു പ്രാധാന്യമില്ലെന്ന് നീ പറയുന്നുവോ? எனக்கு எந்த விதமான முக்கியத்துவம் இல்லை എന്നെ അറിയാൻ ആരുമില്ലെന്ന് പറയുന്നുവോ? என்னை அறியக்கூடிய யாரும் இல்லை என்று എന്നെ சொல்லி സ്നേഹിപ്പാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നുവോ? நேசிக்க யாரும் இல்லை என்று എന്റെ കുടുംബത്തിൽ തന്നെ ഞാൻ
ആദരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? என்னுடைய குடும்பத்திலே இந்த விதமா என்னை புறக்கணித்து விட்டார்கள் என்று சிந்திக்கிறீர்களா? ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. 25 வயதான ஒரு வாலிப பெண்ணை சந்தித்தேன். അവൾ എന്നോട് തന്റെ ദുഃഖകഥ പറയുകയുണ്ടായി. அவள் தன்னுடைய சங்கடத்தை என்னிடத்திலே சொன்னாள். അവൾക്ക് 3 സഹോദരങ്ങളും അവൾ ഒരു പെണ്ണുമാണ് ആ വീട്ടില്. அவளுக்கு 3 சகோதரர்களும் ஒரு பெண் குழந்தையும் தான். നിർഭാഗ്യവശാൽ അവളുടെ അപ്പന് അവൾ പെണ്ണായി ജനിച്ചുകൊണ്ട് അവളെ ഇഷ്ടമല്ല. துரதிருஷ்டவசமாக அவள் ஒரு பெண் பிள்ளையாக பிறந்தபடினாலே தகப்பனுக்கு அவளை இஷ்டமில்லை. അങ്ങേർക്ക് ആൺപിള്ളേരെ മാത്രം ഇഷ്ടമുള്ളൂ. அவருக்கு ஆண் பிள்ளைகளை மட்டும்தான் பிரியம். അവൻ ആ മക്കളെ സ്നേഹിക്കും, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും, അവരോട് സംസാരിക്കും, അവർക്ക് വേണ്ടി കരുതും. പക്ഷേ പെണ്ണായി ജനിച്ചതുകൊണ്ട് ഇവിടെ അങ്ങനെ അവഗണിക്കുമായി. ஆண் பிள்ளைகளை அவர் நேசிப்பார், தேவையானதை எல்லாம் கொடுப்பார், அவர்களிடத்தில் பேசுவார். ஆனால் இவள் ஒரு பெண் பிள்ளையானபடினால் புறக்கணித்து விட்டார். അന്യരിൽ നിന്നല്ല, തന്റെ സ്വന്തം പിതാവിൽ ഇത്തരത്തിലുള്ള അവഗണന, ഇതിലുള്ള വിവേചനം താങ്ങാൻ വയ്യാതെ ദുഃഖത്തിലും കണ്ണുനീരവൾ വളർന്നു വന്നു. அந்நியர்களில் இருந்தல்ல, சொந்த தகப்பனிலே இருந்து இப்படிப்பட்டதான பாராபட்சத்தை, இப்படிப்பட்டதான ஒரு துக்கத்தை அனுபவித்து அவள் மிகுந்த துயரத்தோடு தான் வளர்ந்து வந்தாள். എന്നാൽ തന്റെ പിതാവിനൊരു മധുര പ്രതികാരം കൊടുക്കുവാൻ അവൾ ഉള്ളത്തിൽ തീരുമാനമെടുത്തു. ஆனாலும் ஒரு இனிமையான விதத்திலே பழிவாங்க அவள் എന്റെ தீர்மானித்தாள். അപ്പൻ എന്നെ വെറുക്കുന്നെങ്കിൽ ഞാൻ അപ്പനെ ഞാൻ സ്നേഹിക്കും. தகப்பன் என்னை வெறுத்தாலும் நான் அவரை அதிகമായി நேசிப்பேன். എന്റെ അപ്പൻ എന്നെ സഹോദരങ്ങളൊപ്പം കാണുന്നില്ലെങ്കിൽ ഞാൻ അപ്പനെ എന്നെ സഹോദരങ്ങൾ അധികം ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും നന്മ ചെയ്യുകയും എന്നുള്ള തീരുമാനമെടുത്തു. சகோதரருக்கு ஒப்பாக அவர் என்னை மதிக்காவிட்டாலும் நான் அதற்கு மேலாக அவரை நேசிப்பேன். அவருக்கு வேண்டிய காரியங்கள் எல்லாம் செய்வேன், கனம் பண்ணுவேன். കാലം മുൻപോട്ട് പോകവേ காலங்கள் முன்னேறி ഗവൺമെന്റ് ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ആയ ശേഷം அவரது உத்தியோகத்தில் இருந்து ரிட்டையர்ட் ஆன பின்பு താൻ രോഗിയായി തീർന്നു. அவர் வியாதிப்பட்டார். ക്യാൻസർ രോഗത്തിൽ പിടിപെട്ടു. அவருக்கு கேன்சர் வந்தது. വളരെയധികം കഷ്ടപ്പെട്ടു. மிகவும் சிரமப்பட்டார். ആ മനുഷ്യനെ മരണം വരെയും താൻ വെറുത്ത മകൾ രാവും പകലും ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു. ஆனாலும் அந்த மனிதன் மரிக்கும் மட்டும் அவர் எவ்வளவு வெறுத்தாரோ அந்த மகள் தானே இரவு பகலின்றி அவருக்கு பணிவிடை செய்தார். ആ മക്കൾ പഠിത്തത്തിന്റെ കാര്യവും മറ്റു പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറിയതേ ഉള്ളൂ. ஆண் பிள்ளைகள் அவருடைய கல்வி மற்ற காரியங்களை சொல்லி அதிலே இருந்து அவர்கள் மாறிவிட்டார்கள். നിങ്ങൾക്കറിയണമോ, അപ്പൻ മരിക്കും മുമ്പേ ഒരു വാചകം പറഞ്ഞു. ஆனால் உங்களுக்கு தெரியுமா, தகப்பன் மரணத்துக்கு முன்பாக ஒரு வார்த்தை சொன்னார். എനിക്ക് ജനിച്ചത് 4 പെൺമക്കളായിരുന്നെങ്കിൽ ഞാൻ അത്ര ഭാഗ്യവാനായിരുന്നേനെ. எனக்கு பிறந்தது 4 பெண் பிள்ளைகளாக இருந்தால் நான் எவ்வளவு பாக்கியவானாக இருந்திருப்பேன். ഒരുപക്ഷെ ആ പെൺകുട്ടിയെ പോലെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സമൂഹത്തിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾ മറ്റുള്ളവരായി ത്യജിക്കപ്പെട്ടവരായി പ്രാധാന്യമില്ലാത്തവരായി നിങ്ങൾ ദുഃഖത്തിൽ കഴിയുന്നവരായിരുന്നു. ஒருவேளை அந்த பெண் பிள்ளையை போல உங்கள் சமூகத்திலே நீங்கள் வேலை செய்யும் இடத்திலே மற்ற இடங்களிலே நீங்கள் புறக்கணிக்கப்பட்டவர்களாக முக்கியத்துவம் அற்றவர்களாக இருப்பீர்கள் என்றால் യേശു പറയുന്നു, കാണാതെ പോയ ആടേ ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നു. ஆனால் இயேசு சொல்கிறார், காணாமல் போன ஆடே நான் உன்னைத்தான் தேடி வந்திருக்கிறேன். ഞാൻ നിനക്കൊരു പ്രാധാന്യത്തെ കാണുന്നുണ്ട്. நான் ഉന്നിലെ ഒരു பெரிய முக்கியத்துவம் காண்கிறேன். നീ എനിക്ക് വിലപ്പെട്ടതാണ്. நீ எனக்கு வெளியேறப்பெற்றவன். നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. உன்னை எனக்கு தேவை. നിനക്ക് വേണ്ടി ഏത് ത്യാഗം സഹിപ്പാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. உனக்காக எந்த தியாகமும் சகிக்க நான் ஆயத்தம். ഇത്ര സ്നേഹവാനായ യേശു, இவ்வளவு அன்பு நிறைந்த இயேசு. അങ്ങനെയെങ്കിൽ നാം ഒരു തീരുമാനമെടുക്കേണ്ടത് ആവശ്യമല്ലേ? அப்படி என்றால் நாமே ஒரு தீர்மானம் எடுக்க வேண்டியது. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ, இவ்வளவாய் அன்பு கூறும் இயேசு இருந்தால், എന്നെ വിലമതിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ, எனக்கு இவ்வளவு விலை மதிக்கும் கர்த்தர் இருந்தால், ഞാൻ ഇനിമേലാൽ കാണാതെ പോയ ആടിനെ പോലെ ആയിരിക്കുകയില്ല. நான் இனி ஒருபோதும் காணாமல் போன ஆட்டை போல் இருக்க மாட்டேன். ഞാൻ പാപം ചെയ്തു, நான் பாவம் ദൈവത്തിൽ അകന്നുപോയി, தேவனை விட்டு விலகினேன். ദൈവജനത്തിൽ നിന്ന് ഞാൻ അന്യപ്പെട്ടു പോയി. தேவஜனத்தின் மத்தியிலிருந்து விலகி போனேன். ഞാനൊരു പിന്മാറ്റക്കാരിയായി തീർന്നു പോയി. நான் ஒரு பின்மாற்றக்காரனாக பின்மாற்றக்காரியாக ആ மாறிவிட்டேன். ദൈവജനത്തിന്റെ 100ൽ ഒരംഗമായി കാണപ്പെടാതെ ഞാൻ ഒരാളായി ഇതാ നഷ്ടപ്പെട്ട് പുറത്തു പോയിരിക്കുന്നു. அந்த 100க்கு 100 தேவச ஜனங்கள் மத்தியிலே காணப்படாமல் நான் உண்டாக இதா பிரிந்து தனியாக இருக்கிறேன். എന്നിട്ടും എന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി തേടി വന്ന യേശുവിനായി ജീവിപ്പാൻ ഞാൻ ജീവിതം സമർപ്പിക്കുന്നു. இவ்வளவா என்னை நேசித்தனை தேடி வந்த இயேசுவுக்காக ஜீவிக்கும்படியாக என் வாழ்க்கையை நான் ஒப்படைக்கிறேன். എന്നെ ഇത്തരത്തിൽ കാണാതാക്കിയ ആ ലോകബന്ധവും ലോകസന്തോഷവും പാപസുഖവും കൂടെ എനിക്കിനി വേണ്ട. இப்படி காணாமல் போன விதத்தில் என்னை மாற்றிவிட்டதான உலகத்தின் சந்தோஷங்கள், உலகத்தின் இன்பங்கள் இதொன்றும் எனக்கு இனிமேல் தேவையில்லை. ഇനി എന്റെ രക്ഷകനായി ഞാൻ ജീവിക്കും. நான் என்னுடைய രക്ഷകருக்காக ജീവിப்பேன். അതെ, ഞാൻ ഒരിക്കൽ സത്യം പറഞ്ഞെങ്കിലും പിന്മാറ്റക്കാരനായി തീർന്നു പോയല്ലോ. நான் ஒரு முறை சத்தியத்தை அறிந்தாலும் இப்பொழுது பின்மாறி போய்விட்டேனே. ഇന്ന് എന്നെ ദൈവജനത്തോടുകൂടെ കാണപ്പെടാത്തതിനാൽ എന്നെ രക്ഷകൻ എന്നെ ഓർത്ത് ദുഃഖിക്കുകയായിരിക്കുമല്ലോ. நான் இன்றைக்கு தேவஜனத்தோடு காணப்படாதபடினாலே രക്ഷകർ என்னை எண்ணி அவர் துக்கமடைந்து கொண்டிருக்கிறாரே. അരുമ രക്ഷകരെ, ഞാൻ ഇതാ മടങ്ങി വരുന്നു. என்னுடைய ஆத்துமனேசரே,
இதோ திரும்பி வருகிறேன். ഞാൻ നിന്നോട് മുമ്പ് ചെയ്ത ഉടമ്പടിയെ പുതുക്കിയെടുക്കുന്നു. முன்னமே உம்மிடத்திலே செய்ததான உடன்படிக்கையை புதுப்பிக்கிறேன். നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ വീണ്ടും പുതുക്കുന്നു. உம்மோடுள்ள அன்பை நான் இதோ புதுப்பிக்கிறேன். ഇനി ഞാൻ നീയുമായി ഉടമ്പടി ചെയ്യുന്നു. നീ ഒരു നാൾ നിന്നെ വിട്ടു പോകയില്ല. இது முதல் இதோ உம்மை விட்டு ஒரு நாளும் பிரிந்து போக மாட்டேன் என்கிறதான உடன்படிக்கை செய்கிறேன். കാണാതെ പോയ ആടിനെ തേടി ചെന്ന നല്ല ഇടനായ യേശുവിനെ പോലെ, காணாமல் போன ஆடை தேடி சென்றதான நல்ல மேய்ப்பரான இயேசுவை போல അവൻ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അവനെ സ്നേഹിപ്പാൻ തീരുമാനം എടുക്കുമെന്ന് വരികയില്ല. அவர் நம்மை நேசிக்கும் வண்ணம் நாம் அவரை நேசிக்க தீர்மானம் எடுப்போமாகில் കരമയുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല നാം ഒരു തോമസിനെ തേടി ചെന്ന യേശുവിനെ കാണുന്നുണ്ട്. அது மட்டுமல்லாமல் ஒரு தோமாசை தேடி போன இயேசுவை காண்கிறோம். യോഹന്നാൻ വിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധികാരം 27-ാം വചനത്തിലെ അവിടെ യേശു ഒരു ആഴ്ചവട്ടത്തിന്റെ 8-ാമത്തെ നാളിൽ ഒരു തോമസിനെ തേടി ചെല്ലുന്നതായി കാണുകയാണ്. ഒരു വാരത്തിൽ 8ാவது നാളിൽ യേശു இந்த തോമസை தேடி போவதை காண்கிறோம். വായിക്കണം. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. பின்பு அவர் தோமாவை நோக்கி, நீ உன் விரலை இங்கே நீட்டி என் கைகளை பார், உன் கையை நீட்டி என் விலாவிலே போடு, അവിശ്വാസിയായിരാமல் വിശ്വാസിയായി ഇരു என்றார். നമുക്കറിയാം യേശു പാപികൾക്കായി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ മരിച്ചവരുടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. நமக்கு தெரியும் நம்முடைய இயேசு பாவிகளுக்காக மரித்தார், அடக்கம் பண்ணப்பட்டார். ஆனாலும் மரித்தோர்கள் மத்தியிலே இருந்து உயிரோடு எழும்பினார். ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. அந்த வாரத்தின் 1ാം നാളിൽ தான் இயேசுவானவர் உயிர்த்தெழுந்தார். പ്രഭാതത്തിൽ തന്നെ താൻ പലർക്കും പ്രത്യക്ഷനായി. அந்த விடியற்காலையில் தான் அநேகருக்கு பிரசன்னமானார். തുടർന്നുള്ള ദിവസങ്ങളിൽ പലർക്കും കർത്താവ് പ്രത്യക്ഷനായി. தொடர்ந்து பல നാட்കളിലും അനേകருக்கு ദർശനമാனார். തന്റെ 12 പേരെ കാണാൻ യേശു പോയി, അവർക്കും പ്രത്യക്ഷനായി. 12 പേരെ பார்க்கும்படியாக போனார், அவர்களுக்கும் ദർശനമാனார். എന്നാൽ 8 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രത്യക്ഷത കൂടെ യേശുവിന്റെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ஆனால் 8 നാட்களுக்கு മുൻപ് അവർ ഒരുവരെ കൂടെ ദർശനമാവதை കാണலாம். താൻ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരിക്കൽ കണ്ടതാണെങ്കിലും അവർ ശിഷ്യർകളെ എല്ലാവരെയും ഒരുവരെ பார்த்தாலும் അന്ന് അവരിൽ ഒരാളുടെ കുറവ് കർത്താവ് ശ്രദ്ധിക്കുകയുണ്ടായി. അன்றைக்கு ഒരുവൻ அந்த കൂട്ടത്തിൽ இல்லை என்பதை இயேசு கவனித்தார். യൂദാ ഒഴികെ 11 പേരുണ്ടായിരുന്നു. യൂദാவை തവിர 11 പേർ. ആ 11 10 പേരുണ്ടെങ്കിലും തോമസ് എന്ന പേരുള്ള ഒരു ശിഷ്യനെ അവിടെ മിസ്സിയായിരിക്കുന്നു. அந்த 11 പേരിൽ 10 പേർ இருந்தாலும் തോമാ എന്ന ഒരുവൻ കാണവിல்லை. കാണാതെ പോയ ഒരുവന് വേണ്ടി യേശു ഒരിക്കൽ കൂടെ അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അன்றைக்கு കാണാமல் இருந்த ഒരുവനെ தேடி இயேசு ഒരുവരെ കൂടെ അവர்களிடத்திலே செல்கிறார். എന്നാൽ ഈ തോമസ് എങ്ങനെയുള്ളവനായി മാറി? ஆனால் இந்த തോമാ எப்படிப்பட்டவனாக മാറി? 10 പേര് അവനോട് പറഞ്ഞു, ഓ ഞങ്ങൾ യേശുവിനെ കണ്ടു. அந்த 10 பேர் சொன்னார்கள், ஓ நாங்கள் இயேசுவை கண்டோம். യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. இயேசு உயிரோடு எழுந்திருக்கிறார். യേശു ഇന്നും ജീവിക്കുന്നു. இயேசு இன்றைக்கும் ஜீவிக்கிறார். അവൻ എന്താണ് പറഞ്ഞത്? ஆனால் അവൻ என்ன சொன்னார்? അതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ அதை നம்ப മാട്ടേൻ. അതിനുള്ള സാധ്യതയൊന്നുമില്ല. அதற்குള്ള വായ്പിல்லை. നിങ്ങൾക്ക് യേശുവിനെ കണ്ടതായിട്ട് തോന്നിയതൊക്കെ ആയിരിക്കും. ஒருவேளை நீங்கள் இயேசுவை பார்த்தது போல നിങ്ങൾക്ക് തോന്നിയിരിക്കും. നിങ്ങളുടെ വാദഗതിയൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല. உங்கள் வாதங்களை அங்கீகரிக்க மாட்டேன். അങ്ങനെ ഞാൻ സ്വീകരിക്കണമെങ്കിൽ அப்படியாக நான் அதை ஒத்துக்கொள்ள ആ வேண்டும். യേശു എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടണം. அந்த இயேசு எனக்காக தரிசனமாக வேண்டும். മാത്രമല്ല രൂപത്തെ ഞാനൊന്ന് പരിശോധിച്ചൂടെ നോക്കും. மட்டுமல்லாமல் நான் அதை ஒன்று கூட நான் சோதித்து பார்ப்பேன். അവന്റെ കൈകാലുകളിൽ ആണിയടിച്ചത് ഞാൻ കണ്ടതാണ്. அவருடைய கைகாலிலே ആണികൾ പായിച്ചപ്പെട്ടത് അതുകൊണ്ട് ആ ആണിപ്പഴുത് ആ ശരീരത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്റെ വിരലിൽ ഞാൻ ഇട്ട് നോക്കും. அந்த ஆணி பாய்ச்சப்பட்ட இடத்திலே அந்த ஓட்டை இருக்கிறதா என்று என் விரலை போட்டு பார்ப்பேன். മാത്രമല്ല യേശുവിന്റെ വിലാപ്പുറം ഒരു കുന്തം കൊണ്ട് കുത്തിത്തുളച്ചത് ഞാൻ കണ്ടതാണ്. இயேசுவின் லாவிலே ஈட்டினாலே குத்தி துளைத்ததை நான் கண்டேன். അവിടെ വലിയ ഒരു മുറിവാണല്ലോ. அது ஒரு பெரிய காயம் தானே. ആ മുറിവ് അവിടെ കാണുമല്ലോ. அந்த காயம் அங்கேதானே. ഞാൻ എന്റെ കൈ ആ മുറിവിലോട്ട് ഇട്ടിട്ട് നോക്കുമ്പോൾ ഉണ്ടെന്ന് വരികിൽ അത് യേശുവാണെന്ന് ഞാൻ സമ്മതിക്കാം. நான் கையை அந்த காயத்துக்குள்ளே போட்டு பார்ப்பேன். அந்த காயம் இருக்குமானால் இயேசுதான் என்று ஒத்துக்கொள்வேன். എനിക്ക് കണ്ണു നിറയുന്നുണ്ട് പ്രിയമുള്ളവരെ. അരുമയാനവர்களே, என் கண்கள் நிரம்பி வழிகின்றது. എന്നാൽ നമ്മുടെ കർത്താവ് അത്ര അവിശ്വാസിയായ സംശാലുവായ അവനെ തേടി അവിടെ ചെന്നു. ഇவ்வளவு சந்தேக பிராணியான അവിശ്വാസമുള്ള ഇവനെയും കൂടെ തേടി യേശു വந்தாரே. അവന് വേണ്ടി മാത്രമായി യേശു അവിടെ ചെന്നു. അവനുക്കാக மட்டுமாக യേശു അங்கே പോனார். അതെ, യേശു ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരുവനാണ്. ഒരുവരെയും വിട്ടുവിടാமல் എല്ലാവരെയും
ഏറ്റുകൊള്ളக்கூடிയവർ தான் இயேசு. ഇന്നും തോമസിനെ പോലെയുള്ളതായ പുരുഷന്മാരും സ്ത്രീകളെയും കാണാൻ കഴിയും. இன்னும் தோமாவுக்குப்பான புருஷர்கள் ஸ்திரீகள் இருக்கிறார்கள். തോമസിനെ പോലെ സംശയാലുക്കളായ ചോദ്യം ചോദിക്കുന്ന യൗവനക്കാരെ ധാരാളമായി കാണാനായിട്ട് കഴിയും. தோமாவை போல சந்தேகப்படுகிற கேள்வி கேட்கிறதான வாலிபர்களை காண முடியும். നിങ്ങളെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം കൊണ്ടും വിമർശനം കൊണ്ടും നിങ്ങളെ മറ്റനേകർ ഒഴിവാക്കിയിരിക്കാം. நீங்கள் இப்படி கேள்வி கேட்கிறபடினாலே விமர்சிக்கிறபடினாலே அநேகர் உங்களை தவிர்த்திருக்க கூடும். എന്നാൽ രാത്രി പറയട്ടെ, നീ അങ്ങനെ ഒരുവനായിരുന്നാൽ പോലും യേശു നിന്നെ സ്നേഹിക്കുന്നു. இரவிலே நான் சொல்லட்டும், நீ அப்படிப்பட்ட நபராக இருந்தாலும் இயேசு உன்னை நேசிக்கிறார். ഈ സംശയാലും അവിശ്വാസിയായി നിന്നെ സ്നേഹിപ്പാൻ തക്കവണ്ണം യേശുവിന്റെ ഹൃദയം അത്ര വിശാലമായതാണ്. நீ சந்தேகப்பட்ட அவிசுவாசியாக இருந்தாலும் உன்னையும் நேசிக்கும் இடத்திலே இயேசுவின் இருதயம் அவ்வளவு விரிவாய் விசாலமாய் இருக்கிறது. തന്നെ സംശയിച്ച തോമാസിന് വേണ്ടി മാത്രമായി യേശു അവിടെ വെളിപ്പെട്ടു. தன்னை சந்தேகப்பட்ட தோமாவுக்காக மட்டுமே இயேசு அங்கே வெளிப்பட்டார். അതെ, ഇന്ന് രാത്രി പറയട്ടെ, തോമസേ, ഇന്ന് അവിടുന്ന് നിനക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നു. நான் இந்த இரவிலே சொல்லட்டும், தோமாவே, உன்னை மட்டும் தேடி அந்த இடத்திலிருந்து அவர் இங்கே வந்திருக்கிறார். നിന്റെ സംശയങ്ങൾ തീർക്കുവാൻ, உன் சந்தேகத்தை போக்க, നിന്റെ ചോദ്യത്തിന് മറുപടി നൽകുവാൻ, கேள்விகளுக்கு பதில் தர, നിന്റെ അവിശ്വാസം നീക്കി നിന്റെ വിശ്വാസം ഉളവാക്കുവാൻ, உன்னுடைய அவிசுவாசத்தை நீக்கி உனக்கு விசுவாசம் தர, നിന്നെ വിലമതിക്കുന്ന പ്രാധാന്യം നൽകുന്ന യേശു നിനക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നു. உனக்கு விலை கற்பிக்கிற, உனக்கு மதிப்பு முக்கியத்துவம் தருகிறதான இயேசு உனக்காக மட்டும் வந்திருக்கிறார். നീ എങ്ങനെയുള്ളവനാണോ? நீ எப்படிப்பட்டவன்? ആരെല്ലാം പറഞ്ഞിട്ടും വിശ്വസിക്കാത്തവൻ, யார் சொல்லியும் விசுவாசிக்காதவன். ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം தேவன் വരുന്നില്ലല്ലേ? இருக்கிறார் என்று எல்லாரும் சொல்லியும் நீ விசுவாசிக்கவில்லை. ദൈവത്തിനൊത്തം ലോകത്തിൽ മനുഷ്യനായി വന്നുള്ളത് ആരെല്ലാം പറഞ്ഞു നീ വിശ്വസിക്കുന്നില്ലല്ലേ? தேவகுமாரன் மனுகுமாரனாய் உலகத்திலே வந்தார் என்று யார் சொல்லியும் நீ விசுவாசிக்கவில்லை. അവന്റെ രക്തം നിന്റെ പാപങ്ങൾ മോചിപ്പാൻ പ്രാപ്തിയുള്ളത് അനേകർ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? அவருடைய இரத்தத்தினாலே உன்னுடைய பாவங்களை மன்னிக்க கூடும் என்று அநேகர் சொல்லியும் நீ இன்னும் விசுவாசிக்கவில்லை. ഇത് ദൈവം നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നതായ ജീവനുള്ള ഗ്രന്ഥമാണ്, വചനമാണ്, ആലോചനയാണെന്നുള്ളത് എത്രയോ പേര് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? இதா தேவன் நமக்காக தந்ததான ஜீவனுள்ள புத்தகம், ஜீவனுள்ள தேவனுடைய ஆலோசனை என்று ஏராளமான பேர் சொல்லியும் உனக்கு விசுவாசம் வரவில்லையே. ആരെല്ലാം പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത നിനക്ക് വേണ്ടി അവൻ ഇവിടെ വന്നിരിക്കുന്നു. யார் சொல்லியும் விசுவாசிக்காத உனக்காகவே அவர் இங்கே வந்திருக்கிறார். എത്രയെല്ലാം സാക്ഷ്യങ്ങളും എത്രയോ വചന ശുശ്രൂഷ കേട്ടവരാണ്. எவ்வளவோ சாட்சி கேட்டீர், நீ தேவனுடைய வார்த்தைகளை கேட்டீர். എന്നിട്ട് ഇന്നും നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ஆனால் இப்பொழுது கேள்விகளை தான் கேட்டுக் கொண்டிருக்கிறீர். സിയോൻ പ്രത്യേകമുണ്ടോ? சியோன் என்று தனியுண்டு, യെരൂശലേം പ്രത്യേകമുണ്ടോ? எருசலேம் என்று தனி இடம் ഓ, இருக்கிறதா? പ്രത്യേക ഇന്നാര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? 2 நாட்கள் மட்டும்தான் பரலோகத்திலே செல்வார்கள். ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ് ധരിച്ചാൽ എന്താണ് കുഴപ്പം? இப்படியாக இருந்தால் என்ன பிரச்சனை? ഞാൻ ഈ ലോകത്ത് ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് ഒരു ജീവിതം നയിച്ചാൽ എന്താണ് അതിന്റെ പോരായ്മ? இப்படிப்பட்டதான சிநேகிதர்கள் இருந்தால் நான் இப்படியாக வாழ்ந்தால் என்ன குறைவு? എന്റെ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന ദൈവത്തിനൊരു വിരോധം എന്താണ്? நான் என்னுடைய வயதிலே இப்படி சந்தோஷமாக உல்லாசமாக இருப்பதிலே தேவனுக்கு என்ன குறைவு? അങ്ങനെ നിനക്ക് എത്രയോ ചോദ്യങ്ങൾ, എത്രയോ സംശയങ്ങൾ, இப்படி ஏராளமான கேள்விகள், எத்தனையோ சந்தேகங்கள் உனக்குண்டு. എത്രയോ പേര് സ്വന്തം അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ല. எத்தனையோ பேர் சொந்த அனுபவத்தை சொல்லியும் நீ விசுவாசிக்கவில்லை. ഓ, അവർക്ക് വെളിപ്പെട്ടെന്ന് വിചാരിച്ചതൊന്നും ഞാൻ ഏറ്റുകൊള്ളത്തില്ല. அவர்களுக்கு வெளிப்பட்டார் என்று சொன்னாலும் நான் ஒத்துக்கொள்ள மாட்டேன். പ്രാർത്ഥനയിൽ മാത്രം രോഗശാന്തി വരുമെന്ന് അവര് പറയുന്നു, അതൊന്നും ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. மட்டுமல்ல, தெய்வீக சுகம் என்று அவர்கள் சொல்கிறார்களே, இதை ஒன்று என்னாலே விசுவாசிக்க முடியாது. എത്രയോ ഒരു അനുഭവത്തോട് പറഞ്ഞിട്ടും തിരുവചനം പറഞ്ഞിട്ടും ഇന്നും വിശ്വാസം വരാതെ സംശയമായിരിക്കുന്ന തോമസേ, നിനക്ക് വേണ്ടി കൂടെ യേശു ഒരിക്കലും കൂടെ വന്നിരിക്കുന്നു. எத்தனையோ பேர்கள் அனுபவம் சொல்லி தேவனுடைய வார்த்தை சொல்லியும் விசுவாசமா இல்லாமல் சந்தேகப்படுகிற தோமாவே, உனக்காக ஆண்டவர் ஒருமுறை கூட உன்னை தேடிக்கு வந்திருக்கிறார். നിന്റെ ഇന്നുവരെയും തീരാത്ത സംശയങ്ങൾ എന്നേക്കുമായി തീർക്കുവാൻ അവൻ വന്നിരിക്കുന്നു. இம்மட்டும் தீராதும் சந்தேகங்களை தீர்க்கும்படியாக அவர் இதோ இன்றைக்கு இங்கே வந்திருக்கிறார். നിന്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ തന്നിട്ടും നീ അവിശ്വാസിയായി തുടരുകയാൽ നിന്നെ വിശ്വാസിയാക്കുവാൻ അവൻ ഇവിടെ വന്നിരിക്കുന്നു. எத்தனையோ அனுபவங்கள் ஆண்டவர் தந்திருந்த போதிலும் நீ அவிசுவாசியாக இருக்கிறபடினாலே உன்னை விசுவாசியாக மாற்றவர் இங்கே வந்திருக்கிறார். നിന്റെ വിമർശന സ്വഭാവം ഇന്നെങ്കിലും അവസാനിക്കട്ടെ. நீ விமர்சிக்கும் சுபாவத்தை இன்றையோடு கூட நீ முடிப்பாயோ? നിന്റെ തർക്കശാസ്ത്രത്തെ ഇനിയെങ്കിലും നീ വിട്ടുകളയുമോ? நீ இப்படிப்பட்டதான வாதத்தை, விஞ்ஞானத்தை நீ உன்னை விட்டு அகற்றுவாயோ? യേശുവിന്റെ കൈകളിൽ ആണി അടിച്ചതും അവന് ചങ്കക്ക് കുത്തിത്തുളച്ചതും നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് ഇനി വിശ്വസിക്കാൻ കഴിയുമോ? இயேசுவின் கரங்களிலே ஆணி பாய்ச்சப்பட்டது, அவர் இருதயத்தை குத்தி துளைத்தது, அது உனக்காக நின்னைக்காவது விசுவாசிப்பாயோ? സംശയാലുവായി നിന്നെ ചേർത്ത് പിടിക്കുവാൻ നീട്ടിയിരിക്കുന്ന ആണിപ്പഴുത്തുള്ള കൈ
കൈകളെ നീ തട്ടി മാറ്റരുതേ. சந்தேகப்படுகிற உன்னையும் அரவணைத்துக் கொள்ளும்படியாக அவர் நீட்டின கரங்களை நீ இனியும் தட்டி தள்ளி விட வேண்டாம். നിന്റെ പാപത്തെ കഴുകിക്കളവാൻ അവസാനത്തുള്ള രക്തവും കൂടെ ഒഴുക്കുവാൻ വേണ്ടി കുന്തം കൊണ്ട് തുളയ്ക്കപ്പെട്ടതായ ആ മാറോട് ചേർത്ത് പിടിക്കുവാൻ യേശു ശ്രമിക്കുമ്പോൾ ഒഴിഞ്ഞു മാറരുതേ. உன் பாவக்கரைகளை போக்கும்படியாக சிந்தப்பட்டதான அந்த கடைசி சொட்டு ரத்தமும் உன்னை அரவணைத்துக் கொள்ளும்படியாக தொலைக்கப்பட்டதான அந்த அவருடைய இருதயத்தையும் அவர் உன்னை சேர்த்துக் கொள்ள விரும்பும் பொழுது நீ அதை புறக்கணித்து தள்ளி விடாதே. നിനക്ക് വേണ്ടി മാത്രം യേശു ഇവിടെ വന്നിരിക്കുന്നു. உனக்காக மட்டுமே இயேசு வந்திருக்கிறார். നിന്റെ പിടിവാശിയെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാട്ടെ. உன் பிடிவாதத்தை எல்லாம் தள்ளிவிட்டு இப்படியாக கூப்பிட்டு சொல். തോമാസ് പറഞ്ഞതുപോലെ, அந்த தோமாஸ் சொன்னதுபோல், എന്റെ കർത്താവും ഗുരുവുമായ യേശുവേ, என் ஆண்டவரும் போதகருமான இயேசுவே. ആ തോമസിന് എല്ലാ സംശയങ്ങളും അവിടെ കൊണ്ട് തീർന്നു. தோமாவின் சந்தேகங்களுக்கெல்லாம் அங்கே முற்றுப்புள்ளி வந்தது. ഐതിഹ്യം പറയുന്നത് അതേ സെന്റ് തോമസ് ഈ ഇന്ത്യയിലും കേരളത്തിലും വന്നാണ്. வரலாறு சொல்கிறது இந்த தோமா அவர் இந்தியாவில் கேரளாவிலும் வந்தார் என்று. ആ തോമസ് ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി മരിച്ചുവെന്നും കൂടെ പറയപ്പെടുകയാണ്. அந்த தோமா கிறிஸ்துவுக்காக இரத்தசாட்சியாக மரித்தார் என்று சொல்கிறார்கள். ഇന്ന് രാത്രിയിൽ ദൈവം നീ അവിശ്വാസിയാ നിന്നെ വിശ്വാസിയാക്കുന്നു. இந்த இரவிலே தேவன் அவிசுவாசியான உன்னை விசுவாசியாக மாற்றுகிறார். സംശയാലുവായി നിന്നെ ഉറപ്പുള്ള വിശ്വാസമുള്ളവനാക്കി മാറ്റുന്നു. സന്ദേഹപ്പെടുகிற ഉன்னை திடமுள்ள உறுதியான விசுவாசியாய் மாற்றுகிறார். നിനക്ക് വേണ്ടി ആനിപ്പെടുത്തേറ്റ ക്രിസ്തുവിന് വേണ്ടി, നിനക്ക് വേണ്ടി ചങ്ക് കൊളുത്തുകിട ക്രിസ്തുവിന് വേണ്ടിയും മരിക്കുവാനും തയ്യാറുള്ള ഒരു ഉറച്ച വിശ്വാസിയാക്കി ഇന്ന് രാത്രി അവൻ നിന്നെ മാറ്റുവാൻ നിനക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നു. உனக்காக ஆணி பாய்ச்சப்பட்டதான கரங்கள் உடையவரான, உனக்காக தொலைக்கப்பட்டதான இருதயம் உடையவரான, உனக்காக இரத்தத்தை சிந்தின அந்த இயேசுவுக்காக ஜீவிக்கிற ஒரு நபராக, உறுதியான விசுவாசியாக உன்னை மாற்றும்படியாகவே இயேசு இங்கே வந்திருக்கிறார். അങ്ങനെയെങ്കിൽ നീ ഇന്ന് രാത്രി എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? அப்படி என்றால் இன்றைக்கு இரவில் என்ன செய்ய தீர்மானித்திருக்கிறாய்? ജീവിതം കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കുക. உன் வாழ்க்கையை பூர்ணமாக இயேசுவுக்காக ஒப்புக்கொடு. കർത്താവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ஆண்டவரே, இது முதற்கொண்டு உம்மை விசுவாசிப்பேன். നിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. உம்முடைய மாற்றமில்லாத வசனங்களை വിശ്വസിപ്പേൻ. നീ അനേകരെ സന്ദർശിച്ചതും രക്ഷിച്ചതും സൗഖ്യമാക്കിയതും അത്ഭുതങ്ങൾ ചെയ്തൊക്കെയും ആ സാക്ഷികളെല്ലാം ഞാനും അത് വിശ്വസിക്കുന്നു. நீர் அநேகரை சந்தித்ததை, அவர்களை சுகமாக்கியதை, அவர்களுக்காக அற்புதங்களை செய்ததை, அந்த சாட்சிகளை எல்லாம் இது முதற்கொண்டு நான் விசுவாசிப்பேன். തിരുവചനത്തിലൂടെ എന്നോട് നീ പലപ്പോഴും സംസാരിച്ചു. എന്നോടല്ല ഞാൻ സംശയിച്ച് ഒഴിഞ്ഞു മാറി. ഞാൻ ഇപ്പോൾ അറിയുന്നു അതെല്ലാം എന്നോട് തന്നെയുള്ള ദിവ്യാലോചനയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഏറ്റുകൊള്ളുന്നു. தேவனுடைய வசனங்களின் மூலமாக எத்தனையோ முறை இடத்திலே பேசினேன். அது என்னோடு அல்ல என்று சொல்லி நான் புறக்கணித்து விட்டேன். ஆனால் இது முதற்கொண்டு நீர் என்னிடத்தில் தான் பேசினீர் என்று சொல்லி நான் அதை ஏற்றுக்கொள்ள தீர்மானிக்கிறேன். എന്റെ സംശയം, എന്റെ വിശ്വാസമായിട്ടല്ലേ നീ ആണിപ്പടികളെ കേൾക്കേണ്ടി വന്നത്? என்னுடைய சந்தேகங்கள் நிமித்தமாகத்தான் நீ உம்முடைய கைகளிலே ஆணி பாய்ச்சப்பட்டீர். ഞാനല്ലേ നിന്റെ ചങ്കത്ത് കുത്തി തുളയ്ക്കുവാൻ കാരണമായി തീർന്നവൻ. நான் தானே உம்முடைய இருதயம் துளைக்கப்பட காரணமாக இருந்தவன். ഇനിമേൽ ഞാൻ നിന്നെ സ്നേഹിക്കും, നിനക്കായി ജീവിക്കും തീരുമാനമെടുത്താട്ടെ. இது முதற்கொண்டு உம்மிலே அன்பு கூர்ந்து நான் உமக்காக ஜீவிப்பேன் என்று தீர்மானிப்போம். അങ്ങനെയുള്ളവർക്ക് വേണ്ടി യേശു ഒരാളെ തേടി വരുവാൻ തക്കവണ്ണം സ്നേഹവും ഹൃദയ വിശാലതയുള്ളവനാണ്. அப்படிப்பட்ட ஒரு ஆட்டை தேடி வரும்படியாக இயேசு அன்பு நிறைந்தவன், നാം இருதயமுள்ளவன். ക്രിസ്തുവിനെ ഏറ്റുകൊണ്ടതിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ തേടി ചെല്ലുന്ന കർത്താവൻ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. இப்படியாக நாம் கிறிஸ்துவை குறித்து பார்க்கும் பொழுது புறக்கணிக்கப்பட்டவர்களை தேடி போகிற இயேசுவை நாம் வேதாகமத்திலே காணலாம். യേശുവിനെ ഏറ്റുകൊണ്ടതിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ തേടി ചെല്ലുന്ന യേശു. இயேசுவை ஏற்றுக்கொண்டபடினாலே புறக்கணிக்கப்பட்டவர்களை தேடி போகும் இயேசு. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 34-ഉം 35-ഉം വചനങ്ങൾ വായിച്ചാൽ, யோவான் எழுதின சுவிசேஷம் 34-35 வசனங்கள். അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. அவர்கள் அவனுக்கு பிரதியுத்தரமாக, முழுவதும் பாவத்தில் பிறந்த நீ எங்களுக்கு போதிக்கிறாயோ என்று சொல்லி அவனை புறம்பே தள்ளிவிட்டார்கள். அவனை அவர்கள் புறம்பே தள்ளிவிட்டதை இயேசு கேள்விப்பட்டு அவனை கண்டபோது, நீ தேவனுடைய குமாரனிடத்தில் விசுவாசமாய் இருக்கிறாயா என்றார். ഈ അധ്യായത്തിലെ പ്രതിപാദ്യം വന്നത് യേശു ഒരു ക്രൂഡനെ സൗഖ്യമാക്കിയതായ സംഭവമാണ്. இந்த அதிகாரத்திலே சொல்லப்பட்டிருப்பது இயேசு பார்வையில்லாத ஒரு மனிதனுக்கு சுகம் கொடுத்ததுதான். ഇവന് കർത്താവ് സൗഖ്യം കൊടുത്തു. എന്നിട്ട് കർത്താവ് അവിടുന്ന് മാറിക്കളഞ്ഞു. ஆண்டவர் இவனுக்கு சுகம் கொடுத்த பின்பு அந்த இடத்தை விட்டு மாறிவிட்டார். എന്നാൽ ഇവന് സുഖമായപ്പോൾ യേശുവിനെ സുഖമാക്കിയവന് എന്ന് കണ്ട് അന്നത്തെ യഹൂദ പ്രമാണിമാർ അവനെ ചോദ്യം ചെയ്തു.
இவனுக்கு இயேசுதான் சுகத்தை கொடுத்தார் என்பதை அறிந்த பின்பு யூத மதத்தின் தலைவர்கள் அவனை கேள்வி கேட்டார்கள். യേശുവിനെ ആരെങ്കിലും ഏറ്റുകൊണ്ടാൽ അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. இயேசுவை யாராவது ஏற்றுக்கொண்டால் அவனை தங்களுடைய கூட்டத்தை விட்டு வெளியே தள்ள வேண்டும் என்றுதான் தீர்மானித்தார்கள். രാജാവിന്റെ മാതാപിതാക്കളോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ മകന് അസുഖം കൊടുത്തത്? அது நிமித்தமாக பெற்றோரிடத்திலே கேட்டார்கள், யார் உங்களுடைய மகனுக்கு சுகம் கொடுத்தது? അവർക്ക് തങ്ങളുടെ മകന് കാഴ്ച കൊടുത്തത് യേശുവാണ് അറിയാമായിരുന്നിട്ടും അവർ പറഞ്ഞു, ഞങ്ങളതിനാണ് ചോദിക്കുന്നത്, അവന്റെ പ്രായം കൊണ്ട് അവനോട് ചോദിച്ചോട്ടെ. பார்வை கொடுத்தது இயேசுதான் என்று அவர்களுக்கு தெளிவாக தெரியும். ஆனாலும் அவர்கள் எங்களிடத்திலே ஏன் கேட்கிறீர்கள்? அவனுக்கு வயது வந்து விட்டதே, அவனை நோக்கி கேளுங்கள் என்று சொல்லிவிட்டார்கள். അവരല്പം ഭയമുള്ളവരായിരുന്നു. அவர்கள் பயமுள்ளவர்களானார்கள். അങ്ങനെ അവരിപ്പോൾ ഈ കുരുടന്റെ സൗഖ്യമായവനെ സമീപിച്ചു. இப்பொழுது பார்வை கிடைத்தவிடத்திலே வந்தார்கள். നിനക്ക് ആരാണ് സൗഖ്യം തന്നത്? யார் உனக்கு பார்வை அளித்தது? യേശുവാണോ സൗഖ്യം തന്നത്? இயேசுதான் சுகம் தந்தார். അവൻ അതേ എന്ന് ഏറ്റു പറഞ്ഞു. அவன் ஆம் என்று சொன்னான். അപ്പോൾ അവന് പറയുന്നു, അവൻ വെറും പാപിയല്ലേ, അവന് കണ്ണൂർക്കാനൊന്നും പറ്റത്തില്ല. அப்பொழுது இவர்கள் சொன்னார்கள், அவன் ஒரு பாவி அல்லவா, அவனால் இதையெல்லாம் செய்ய முடியாது. ധൈര്യമായി പറഞ്ഞു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അവൻ പാപിയായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് എനിക്കൊരു സൗഖ്യം ദൈവത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നില്ല. அப்படி என்றால் அவன் தைரியமாய் சொல்கிறார், அவர் பாவி அல்ல, அப்படி என்றால் எனக்கு பார்வை கிடைத்திருக்காது. ஆனால் அவர் தேவபக்தனாக இருக்கிறவர்படினாலே அவருடைய ஜெபத்தை கேட்டு ஆண்டவர் எனக்கு பார்வையை தந்திருக்கிறார். അവൻ യേശുവിനെ ഏറ്റുകൊണ്ടുവന്ന് പരസ്യമായി പറഞ്ഞ ഉടനെ இயேசுவை அவன் அங்கீகரித்ததை வெளிப்படையாக சொன்னபடியினால் സൗഖ്യം തന്ന യേശുവും സൗഖ്യം തന്നു എന്ന് പറയുന്നു യേശുവും പാപിയാണ്, നീ അതിനേക്കാൾ പാപിയാണെന്ന് പറഞ്ഞ് അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. உனக்கு பார்வை தந்ததான இயேசு பாவி, நீ அவனை பார்க்கிலும் பெரிய பாவி என்று சொல்லி அவனை புறம்பே தள்ளிவிட்டார்கள். അവനെ തേടി യേശു അവന്റെ അടുക്കലെത്തി. அந்த தள்ளப்பட்ட அவனை தேடி இயேசு அவனிடத்திலே வந்தார். പ്രിയമുള്ളവരെ, സത്യമാർഗം എന്താകുന്നു എന്ന് പലരും തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. அநேகர் சத்தியமார்க்கம் என்ன என்று தவறாக விளங்கி இருக்கிறார்கள். ഒരുവൻ ക്രിസ്തുവിനെ ഏറ്റുകൊണ്ടാൽ അവൻ എന്ത് കിട്ടും? ஒருவன் கிறிஸ்துவை ஏற்றுக்கொண்டால் என்னதான் கிடைக்கும்? നിങ്ങൾ പറഞ്ഞേക്കാം, നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെ പരിഹാരം அவர் நீங்கள் சொல்லலாம், அவனுக்கு எல்லாவற்றுக்கும் கிறிஸ்துதான் பரிகாரம். ഉയർച്ച കിട്ടും, മാനം കിട്ടും, മറ്റുള്ളവർക്കില്ലാത്ത സൗഭാഗ്യങ്ങൾ കിട്ടും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. உயர்த்தப்படுவான், அவன் கணத்தை பெறுவான், மற்றவர்கள் கிடைக்காத பாக்கியத்தை பெறுவான் என்று சொல்லலாம். ഇതിൽ ചിലതൊക്കെ കിട്ടുമെന്നാൽ ഇതെല്ലാം ശരിയല്ല. அருமையானவர்களே, சிலதெல்லாம் கிடைக்கலாம், ஆனால் எல்லாம் சரியில்லை. എന്നാൽ ഇതിനേക്കാൾ ഭൗതികമായ നന്മയേക്കാൾ പ്രധാനമായി യേശുവിനെ ഏറ്റുകൊള്ളുന്നവർക്ക് പാപമോചനം ലഭിക്കും, നിത്യ ജീവിതം ലഭിക്കും, വിശുദ്ധ ജീവിതം ലഭിക്കും. ஆனால் பூமிக்குரிய நன்மைகளை பார்க்கிலும் இயேசுவை விசுவாசிக்கிறவர்களுக்கு பாவ மன்னிப்பு கிடைக்கும், நித்திய ஜீவன் கிடைக்கும், பரிசுத்தமாகுதல் கிடைக்கும். അവനെ ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റി. அவன் தேவராஜ்யத்துக்கு உரிமையாளனாக மாறுவான். യേശു എന്താണ് പറഞ്ഞത്? ஆனால் இயேசு என்ன சொன்னார்? എന്നെ അനുഗമിക്കുന്നവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കട്ടെ. என்னை பின்பற்றுகிறவன் தன் சிலுவையை எடுத்துக்கொண்டு என்னை பின்பற்ற கடவன். അഥവാ ക്രൂശ് എടുത്തുകൊണ്ട് വേണം എന്റെ പിന്നാലെയുള്ള ജീവിതം ആരംഭിക്കുവാൻ. இல்லாவிட்டால் சிலுவையை சுமந்து கொண்டுதான் என்னை பின்பற்றும் வாழ்க்கையை தொடங்க வேண்டியது. അർത്ഥം ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ സകല കഷ്ടതയും മാറി, എല്ലാ കണ്ണുനീരും മാറി, എല്ലാ സൗഭാഗ്യമാകുന്ന ചിന്തയോടെ വരരുത്. എന്നെ പിൻപറ്റുമ്പോൾ കഷ്ടത ആരംഭിക്കുന്നു എന്ന ചിന്തയോടുകൂടെ എന്റെ പിന്നാലെ വന്നാട്ടെ. ஆதலால் கிறிஸ்துவை நான் பின்பற்றினால் என்னுடைய பாடுகள், என்னுடைய உபத்திரவங்கள், என்னுடைய சங்கடங்கள், துயரங்கள் எல்லாம் மாறும் என்கிற சிந்தையோடு நீங்கள் வராமல் இயேசுவை பின்பற்ற துவங்கும் பொழுதுதான் என்னுடைய உபத்திரவங்கள் ஆரம்பமாகிறது என்கிற சிந்தையோடு கூட நீங்கள் இயேசுவினிடத்திலே வர வேண்டும். നിങ്ങൾ ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുന്നതായ സമയം മുതൽ நீங்கள் இயேசுவை ஏற்றுக்கொள்கிற நேரம் എതിർപ്പുകളും നിന്ദകളും അവമാനങ്ങളും ഉണ്ടാകും. எதிர்ப்புகள், நிந்தைகள், அவமானங்கள் நேரிடும். ഇതിനു മുൻപ് നിങ്ങളുടെ ഉറ്റ സ്നേഹിതരായിരുന്ന ആളുകൾ നിങ്ങളുടെ ശത്രുക്കളായി മാറും. இதுவரைக்கும் உற்ற தோழர்களாக இருந்தவர்கள் உங்களுக்கு பகைஞர்களாக மாறுவார்கள். ഇതുവരെ നിങ്ങളെ ചേർത്ത് പിടിച്ച ആളുകൾ നിങ്ങളെ തള്ളിക്കളയും. உங்களை அரவணைத்தவர்கள் இது முதற்கொண்டு புறக்கணிப்பார்கள். ഈ കുടനോട് ചെയ്തതുപോലെ ഒരു വിലക്കം കൽപ്പിക്കും. பார்வையற்றவனோடு அவர்கள் செய்தது போல அந்த நாட்டை விட்டு புறம்பே தள்ளிவிடுவார்கள். ഇതൊക്കെയാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് ക്രിസ്തു വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ. இதுதான் கிறிஸ்துவை பின்பற்றுகிறவர்களுக்கு கிறிஸ்து வைத்திருக்கும் அனுபவங்கள். ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം വന്നാലും ക്രിസ്തുവിനെ നാമത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ പിൻപറ്റും നിങ്ങൾ പറയുന്നെങ്കിൽ, ஆனால் இது நிமித்தமாக நான் கிறிஸ்துவின் நாமத்தின் நிமித்தம் இதையெல்லாம் அனுபவிக்க வேண்டி வந்தாலும் இயேசுவை பின்பற்றுவேன் என்று சொல்வீர்களாகில், ക്രിസ്തു മൊത്തം ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോയാൽ கிறிஸ்துவின் நிமித்தமாக இந்த பாடுகளினூடாக சென்றால், ഒരു കാര്യം പറയട്ടെ, യേശു നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. நான் ஒரு காரியம் சொல்லட்டும், இயேசு ஒரு நாளும் உங்களை புறக்கணியா. ക്രിസ്തു നിമിത്തമാണോ നിന്ന, അവൻ നിമിത്തമാണോ പരിഹാസം, അവൻ നിമിത്തമാണോ മറ്റുള്ള നിങ്ങളെ പുറത്താക്കുന്നത്,
പറഞ്ഞത് യേശു നിന്നെ തേടി വരും. இயேசு நிமித்தமாக நிந்திக்கப்படுகிறீர்களா, புறக்கணிக்கப்படுகிறீர்களா, நீங்கள் அவமானம் அடைகிறீர்களா, உங்களை தேடி வருவார். നിന്റെ ആരാധന ശ്രദ്ധയോടെ കേൾക്കും. உன்னுடைய எல்லா விதமான துக்கங்களை சங்கடங்களை அவர் கவனமாய் கேட்பார். ആശ്വാസവാക്കുകളെ പറയും. ஆறுதலின் வார்த்தைகள் பேசுவார். നിന്റെ കണ്ണുനീര് തുടയ്ക്കും, നിന്നെ ധൈര്യപ്പെടുത്തും. കണ്ണീரை துடைத்து உன்னை திடப்படுத்துவார். ഈ ലോകം നിനക്ക് യോഗ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തി ദൂരത്തുള്ള ദേശമായ സിയോനെ നിനക്ക് കാണിച്ചു തരും. இந்த உலகம் உனக்கு பாத்திரமல்ல என்று அவர் அவனுக்கு சொல்லித் தருவார். ദൂരദേശമാണ് വിശാലமான ദേശமான സിയോനെ കാണിപ്പാർ. കൂടാതെ നിന്നെ ശുദ്ധീകരിച്ച് ഒരുക്കി കഴിഞ്ഞ് യേശു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഉന്നെ പരിശുദ്ധപ്പെടുത്തി ആയത്തപ്പെടുത്തി യേശു വന്ന് ചേർത്തുக் കൊള്ളുവാർ. ആ നിത്യഭവനത്തിലേക്ക് വന്ന് എന്നെ എന്നേക്കുമായി സൗഭാഗ്യം അനുഭവിക്കാൻ കൂട്ടിക്കൊണ്ടുപോകും. അവർ ഉന്നെ നിത്യ വീട്ടിലെ அந்த பரமசிலாக்கியத்தை பெறும்படியாக உன்னை சேர்த்து கொண்டு போவார். നിന്നെ തള്ളിക്കളഞ്ഞ ഈ ലോകം ന്യായം വിധിക്കപ്പെടുമ്പോൾ നീ പ്രാണപ്രിയനുമായ നിത്യത്തിൽ എന്നേക്കും സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കും. உன்னை புறக்கணித்ததான உலகம் தண்டிக்கப்படும் பொழுது உன் ஆத்மநேசரோடு நித்திய பேரின்பத்தை பெற்று அனுபவிப்பாய். ഈ ലോകം നിന്നെ വെറുക്കുമ്പോൾ, ലോകക്കാർ നിന്നെ കൈവിടുമ്പോൾ യേശു നിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിന്നോട് പറയും. உலகம் உன்னை வெறுத்து உலகம் உன்னை தள்ளிவிடும் பொழுது இயேசுவானவர் வந்து இப்படியாக கூறுவார், മകനേ മകളെ ഞാൻ നിനക്കുള്ളവൻ, மகனே மகளே நான் உனக்குரியவன், നീ എന്റേത്, நீ என்னுடையவன். അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? நாம் என்ன சொல்ல வேண்டும்? യേശുവേ എനിക്ക് നിന്നെ മതി, இயேசுவே எனக்கு நீர் போதும், എനിക്ക് നിന്നെ മാത്രം മതി, எனக்கு நீர் மாத்திரம் போதும், ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. நானும் மண்டை வருவேன். അതെ, ഒരിക്കൽ ഒരു വിശുദ്ധയായ സ്ത്രീ പ്രകാരമാണ് ஒரு പറഞ്ഞത്. பரிசுத்தவாட்டி இவ்வாறு ஒரு முறை சொன்னாள், കർത്താവേ, ഈ ലോകത്തിന് നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഭൗതിക നന്മകളും ഉയർച്ചകളും എന്റെ ശത്രുക്കൾക്ക് കൊടുത്താണ്. ஆண்டவரே, இந்த உலகத்திலே என்னென்ன பூமிக்குரிய நன்மைகள் உயர்வு எனக்கு தர விரும்புகிறீர்களோ അതെല്ലാം என்னுடைய പகைஞருக்கு കൊടും. ഒരു വേള നിത്യതയിൽ എനിക്ക് ലഭിക്കുമെന്ന് പറയപ്പെടുന്ന കിരീടങ്ങളോ മാനങ്ങളോ സ്ഥാനങ്ങളോ അതെല്ലാം എന്നെക്കാൾ യോഗ്യരായ വിശുദ്ധന്മാർക്ക് കൊടുത്താണ്. ஒருவேளை நித்தியத்திலே எனக்காக நீர் வைத்திருக்கிறதான கிரீடங்கள், கணங்கள், எல்லா விதமான பதவிகள் அதெல்லாம் என்னை பார்க்கிலும் பரிசுத்தமுள்ளவர்களுக்கு கொடும். എനിക്കോ എനിക്ക് നിന്നെ മാത്രം മതി. எனக்கு என்ன வேண்டும்? எனக்கு நீர் மாத்திரம் போதும். യേശുവേ, എനിക്ക് നിന്നെ മാത്രം മതി. യേശുവേ, நீர் மாத்திரம் எனக்கு രാത്രി போதும். ഈ രാത്രിയിൽ അങ്ങനെ പറയാൻ കഴിയുന്നവരെ കലമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്കുള്ളോൻ പ്രിയനെ, ഞാൻ നിനക്കുള്ളോൻ, ഇനി വേർപിരിപ്പാനൊന്നിനാലും സാധ്യമല്ലല്ലോ. നീ എനിക്കുള്ളോൻ പ്രിയനെ, ഞാൻ നിനക്കുള്ളോൻ, ഇനി വേർപിരിപ്പാനൊന്നിനാലും സാധ്യമല്ലല്ലോ. ജീവനോ മരണമോ മറ്റെന്തു വന്നാലും എൻ പ്രേമകാന്ത നിന്റെ പ്രേമം എന്നിൽ ജയിക്കുമേ. എൻ പ്രാണനാഥ ആശ്രയിപ്പാനാരുമേയില്ലേ, നീ മാത്രമെന്റെ ആശ്രയം, എൻ പൊന്നുകാന്തനേ. എൻ പ്രാണനാഥ ആശ്രയിപ്പാൻ ആരുമേയില്ലേ, നീ മാത്രമെന്റെ ആശ്രയം, എൻ പൊന്നുകാന്തനേ. ക്രിസ്തുവിന്റെ നാമനിമിത്തം, സത്യനിമിത്തം ലോകം ഉപേക്ഷിക്കുന്നവരുടെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു യേശു. கிறிஸ்துவின் நாமத்தின் நிமித்தமாக, சத்தியத்தின் நிமித்தமாக உலகத்தாலே தள்ளப்படுகிறவர்களை தேடி செல்லும் இயேசு. അടുത്തതായി, നീ നാനാവിധമായ കഷ്ടത്തിലായി സഹായമറ്റവനായി തീരുമ്പോൾ നിന്നെ തേടി നിന്റെ അടുക്കൽ വന്ന് നിനക്ക് സഹായം ചെയ്യുന്നൊരു യേശു. பலவிதமான பாடுகள் நிமித்தமாக துணையற்றவனாக நீர் இருக்கும் பொழுது உன்னை தேடி வந்து உனக்கு உதவி செய்யும் இயேசுதான். യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5, 6, 7 എന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധികാരം 5, 6, 7 അവിടെ വചനങ്ങളിൽ ഒരു സംഭവം നാം കാണുകയാണ്. அங்கே நாம் காண்கிற ஒரு சம்பவம். യെരൂശലേമിൽ ബെഥസ്ദ എന്ന പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. எருசலேமிலே பெத்தஸ்தா என்னும் ஒரு குளம் உண்டு. ആ കുളത്തിന് ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു കുളമായിരുന്നു. அந்த குளத்திலே அற்புதமான சில காரியங்கள் நடக்கும் என்று சொல்கிறார்கள். എപ്പോഴോ ഒരിക്കൽ, ഇന്നപ്പോഴും നിൽക്കണമില്ല, എപ്പോഴോ ഒരിക്കൽ കുളം ഒന്ന് കലങ്ങും. எந்த நேரம் என்று சரியாக சொல்ல முடியாமல் ஏதாவது ஒரு நேரத்திலே அந்த குளத்திலே தண்ணீர் அது அசையும். ആ കുളം കലക്കുകയാണ്
അത് വെറുതെ കലങ്ങുകയല്ല, കലക്കുന്നൊരു ദൈവദൂതനായിരിക്കും. அது சும்மா அசையவில்லை, அதை அசைய பண்ணுகிறது ஒரு தேவ தூதனாக இருந்தாராம். അതൊരു പ്രത്യേകത. ആ വെള്ളം ദൂതൻ കലക്കിയതിന് ശേഷം ആദ്യം ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഏത് രോഗത്തിനും സൗഖ്യം കിട്ടും. அது தனித்தன்மை என்னவென்றால் தூதன் அந்த தண்ணீரை கலக்கின பின்பு முதலாவது இறங்குற நபருக்கு வியாதி எதுவாக இருந்தாலும் சுகம் கிடைக்குமா? ഇങ്ങനെ സൗഖ്യം പ്രതീക്ഷിച്ച് ധാരാവിധ രോഗികൾ ആ കുളത്തിന് ചുറ്റും തമ്പടിച്ച് കിടക്കുകയാണ്. இப்படியாக சுகத்துக்காக காத்துக்கொண்டு எத்தனையோ விதமான வியாதிஸ்தர்கள் அதற்கு சுற்றிலுமாக படுக்கை போட்டு இருந்தார்கள். ശ്രദ്ധിക്കണം, ഈ കുളം എപ്പോഴെങ്കിലും ഒരിക്കലും കലങ്ങുകയുള്ളൂ. അത് കലങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്ന ഒരാൾക്ക് മാത്രം സൗഖ്യം കിട്ടുകയുള്ളൂ. எப்போதாவது ஒரு முறைதான் இந்த தண்ணீரை கலக்கும். அது மட்டுமல்லாமல் முதலாவது இறங்குற ஒரு நபருக்கு மட்டும்தான் சுகம் கிடைக்கும். ഈ അവശരായ ആളുകൾ എപ്പോഴും തള്ളപ്പെടുകയും ഒത്തിരി അല്പസുഖമുള്ള മിടുക്കരായ ആളുകൾ ആദ്യം ചാടി സുഖം പ്രാപിച്ചു പോവുകയും ചെയ്യും. மிகவும் சோர்ந்து வியாதிப்பட்டிருக்கிறவர்கள் எப்பொழுதும் புறக்கணிக்கப்படுவார்கள். கொஞ்சம் நல்லதான திராணி உள்ளவர்கள் தான் முதலாவது குதித்து சுகத்தை பெறுவார்கள். നാം അവിടെ ഒരു നിർഭാഗ്യവാനെ കാണും. ஆனால் அங்கே ஒரு துரதிருஷ்டசாலி இருந்தான். 38 ദീർഘവർഷങ്ങൾ അവൻ രോഗിയായിരുന്നു. 38 நீடிய ஆண்டுகள் வியாதிப்பட்டிருந்தான். ഒരുവേള അവന് തളർവാദ രോഗിയായിരുന്നിരിക്കും. ஒருவேளை அவன் பட்சவாதக்காரனாக இருக்கலாம். അവൻ താൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെങ്കിലുമൊക്കെ പരിശ്രമിച്ച് ഒരടിയെങ്കിലും നീങ്ങണമെങ്കിൽ ധാരാളം സമയമെടുക്കുമായി. அவன் தான் இருக்கும் இடத்தை விட்டு இந்த குளத்துக்கு செல்ல வேண்டும் என்று முயற்சி பண்ணி ஒரு அடியாவது முன்னே செல்ல வேண்டுமானால் கூட மிகவும் சிரமப்பட்டுதான் அசைவான். കുളം കലങ്ങുന്നത് കണ്ണുമിക്കാതെ നോക്കി കിടന്നുകൊണ്ട് കുളം കലങ്ങുന്നുകൊണ്ട് അവൻ ചാടാൻ ശ്രമിക്കുമ്പോഴേക്കും അവനേക്കാൾ മിടുക്കന്മാരെ ആടി സുഖം പ്രാപിച്ചു പോവുകയാണ്. ഇവന് കുളക്കരയെ 38 വർഷമായി കിടക്കുന്നു. அவன் கண் விழித்து அந்த குளத்தின் தண்ணீர் கலங்குகிறதா என்று பார்த்து 38 ஆண்டுகள் படுத்த போதிலும் அவனை பார்க்கலும் திறமை வாய்ந்தவர்கள் அதிலே போய் சுகத்தை பெற்று போவதை அவன் கண்டு கொண்டிருந்தான். ഇവരെ പരിഗണിക്കുവാൻ അവൻ അവസറിയാനും ആരുമില്ലായിരുന്നു. ஆனால் இவனுக்கு உதவி செய்ய யாருமே அங்கே இருக்கவில்லை. സഹായ അവസ്ഥ യേശു മനസ്സിലാക്കി. அவன் உதவியற்றவன் என்பதை இயேசு விளங்கிக் கொண்டான். അവന് വേണ്ടിയിട്ട് മാത്രം യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. அவனுக்காக மட்டுமாக இயேசுவானவர் அங்கே வந்தார். യേശുവിനെ കണ്ടപാട് അവന്റെ ആ പരാതികളും അപരാധികളെല്ലാം അവൻ ഇറക്കി വെച്ചു. அவன் இயேசுவை கண்ட மாத்திரையில் தன்னுடைய விண்ணப்பங்கள் துயரங்கள் எல்லாம் இயேசுவிடத்திலே கொட்டினான். അവൻ പറയുകയാണ്, ഇത്ര വർഷമാ ഞാൻ രോഗിയായി കിടക്കുന്നു. அவன் சொல்கிறான், இத்தனை ஆண்டுகளாக வியாதிப்பட்டிருக்கிறேன். കുളം കലങ്ങുമ്പോൾ എന്നെക്കാൾ പല മിടുക്കന്മാർ ചാടി സുഖം പ്രാപിച്ചു പോകുന്നു. ഇത്രയും നാളുകളായി എനിക്ക് സുഖമായില്ല, ഞാൻ ചെല്ലുമ്പോഴേക്കും എന്റെ സുഖമായി പോകും എന്ന് അവൻ എനിക്ക് സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുകയാണ്. இந்த தண்ணீரை கலங்கும்படியாக தண்ணீர் கலங்கும் பொழுது என்னை பார்க்கலும் திறமைசாலிகள் குதித்து சுகத்தை பெறுகிறார்கள். நான் சுகத்தை இன்னும் பெறவில்லை, உதவி செய்ய எனக்கு யாரும் இல்லை. പ്രിയരെ, കഷ്ടം വരുമ്പോൾ ഈ ലോകം ഇങ്ങനെയാണ് പെരുമാറുക. அருமையானவர்களே, உனக்கு ஒரு கஷ்டம் வரும்பொழுது உலகம் இப்படித்தான் உன்னிடத்திலே செய்யும். ആരോഗ്യമുണ്ടോ, സുഖമുണ്ടോ, പണമുണ്ടോ, പ്രാപ്തിയുണ്ടോ, ധാരാളം ആൾ ചുറ്റും കാണും. ഇല്ലാത്തപ്പോ എല്ലാവരും നിന്നെ ഓരോരുത്തരായി വിട്ടകന്നു പോകും. ஆரோக்கியம் இருக்கிறதா, சுகம் இருக்கிறதா, பணம் இருக்கிறதா, திறமை இருக்கிறதா, யாவரும் உன்னை சுற்றிலும் இருப்பார்கள். இதெல்லாம் உன்னை விட்டு விலகும் பொழுது அவர்களும் ஒவ்வொருவராக விட்டு விலகி போவார்கள். നാം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുവാൻ അനേകർ കാണും. நாம் சிரிக்கும் பொழுது கூட சிரிக்க எத்தனையோ பேர்கள் இருப்பார்கள். പക്ഷേ കരയുമ്പോൾ കൂടെ കരയുവാൻ ആരുണ്ടായിരിക്കണം? നാം ഏകനായിരുന്ന് കരയേണ്ടതായി. அழுகிற வேளையில் கூட அழ யாருமே இருக்க மாட்டார்கள். தனியாக இருந்துதான் அழ வேண்டும். നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിന്റെ കയ്യിൽ പണമുള്ളപ്പോൾ സ്നേഹിതരൊക്കെയും അതൊക്കെ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടായിട്ട് ഉണ്ടായിരിക്കും. உனக்கு ஆரோக்கியமும் பணமும் இருக்கும் பொழுது அதை செலவு பண்ணும்படியாக உனக்கு சிநேகிதர்கள் அநேகர் வந்து உன்னிடத்திலே சேரலாம். നിനക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തങ്ങൾക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളവരെ തേടി ഓരോരുത്തർ സ്നേഹിതരെ നിന്നെ വിട്ടു പിരിഞ്ഞു. ஆனால் நீ அதையெல்லாம் இழந்தால் அவர்களுக்கு நன்மை செய்ய திராணியுள்ளவர்களை தேடி உன் நண்பர்கள் போய்விடுவார்கள். ബന്ധുക്കളും നിന്റെ കഷ്ടസമയത്ത് ഒന്നൊന്നായി നിന്നെ വിട്ടകലും. உன் உற்றார் உறவினர் உன் பாடுகளின் வேறு வேளையிலே உன்னை விட்டு போய் விடுவார்கள். നിനക്ക് ബന്ധുക്കളുണ്ടായിരിക്കാം, അവർ നിന്റെ കഷ്ടസമയത്ത് കുറെ വിസിറ്റ് ചെയ്യും, കുറെ കഴിഞ്ഞിട്ട് അവരെ വിസിറ്റ് അങ്ങ് നിർത്തും. உறவினர்கள் இருக்கலாம், நீ வியாதிப்படும் பொழுது அவர் கொஞ்ச நாள் உன்னை தேடி வருவார்கள், அதை நிப்பாட்டி விடுவார்கள். ചിലപ്പോൾ മാതാപിതാക്കന്മാർ പോലും അകന്നു പോയിന്ന് വരാം. ஒருவேளை பெற்றோர்கள் கூட உன்னை விட்டு விலகி போகக்கூடும். നിന്റെ നിരന്തരമായ കഷ്ടമുഹൂർത്തം നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ പോലും മടുത്ത് അകന്നു പോയെന്ന് വരാം. நிரந்தரமாக உன்னோடு இருக்கிறதான உன் மனைவி, ஒருவேளை புருஷன், பிள்ளைகள் கூட அதில் மனது சஞ்சலித்தவர்கள் போய்விடலாம். അവരോരോരുത്തരും താങ്കളുടെ കാര്യം നോക്കി ഓരോ വഴിക്കായി തിരിയും. அவர்கள் எல்லாம் தங்கள் காரியங்களையே நோக்கி தங்கள் வழியிலே போய் விடுவார்கள். അയ്യോ എനിക്കാരുമില്ല എന്ന അപരാധിയോടുകൂടെ സഹായിക്കാൻ ആരുമില്ലാത്തവനായി ഏകനായി കിടക്കേണ്ടി വന്നു.
ஆனால் நீயோ எனக்கு யாரும் இல்லை என்கிறதான துக்கத்தோடு உனக்கு உதவி செய்ய யாரும் இல்லாமல் தனிமைப்பட்டவனாக ஏங்கிக் கொண்டிருப்பாய். ഇന്ന് അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ? அந்த நிலவரத்திலே யாராவது இங்கே வந்திருக்கிறீர்கள்? എന്റെ ആത്മ മനസ്സിലാക്കാൻ ആരുമില്ല, என்னை புரிந்து கொள்ள யாருமே இல்லை, എന്റെ വേദന തിരിച്ചറിയാൻ ആരുമില്ല, என்னுடைய வேதனையை புரிந்து கொள்ள யாருமே இல்லை, എന്റെ കഷ്ടത്തിൽ എന്നോട് ഇവിടെ നിൽക്കുവാൻ ഞാൻ ആരെയും കാണുന്നില്ല, பாடுகளிலே எனக்கு பக்கபலமாக நிற்க யாரும் இல்லை. എനിക്ക് അനേകരുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് ആരുമില്ല എന്ന് പറയുന്നുവോ? எல்லாரும் இருந்தாலும் ஒருவருமே இல்லை என்று சொல்கிறாயோ? എന്നാൽ യേശു നിന്നെ തേടി വരും. ஆனால் உன்னை தேடி இயேசு வருவார். അവൻ നിന്നെ സ്നേഹിക്കുന്നു, அவர் உன்னை நேசிக்கிறார். അവൻ നിനക്ക് വേണ്ടി മാത്രമായി കടന്നു വന്നിരിക്കുന്നു, மட்டுமாகவே இங்கே வந்திருக்கிறார். യേശു നിന്നെ സ്നേഹിക്കുന്നത് നിന്നോട് വാങ്ങുവാനല്ല, നിനക്ക് തരുവാൻ വേണ്ടിയാണ്. இயேசுவை நேசிப்பது உன்னிடத்திலிருந்து ஏதாவது வாங்கிக் கொள்ளும்படியாக அல்ல, உனக்கு ஏராளமாக தரும்படியாக. തന്റെ ജീവനെയും നിനക്കായി തന്ന നല്ല ഇടയൻ പെറ്റമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്നവനാണ്. தன் ஜீவனையே தந்த நல்ல மேய்ப்பர் உன்னை பெற்ற தாயை பார்க்கிலும் உன்னை நன்கு நேசிக்கிறவர். നിങ്ങൾ ഈ മനുഷ്യനെ പോലെ ആയിരുന്നാലും നിനക്ക് വേണ്ടി മാത്രം യേശു ഇവിടെ വന്നിരിക്കുന്നു. நீங்கள் இந்த நபரை போல இருந்தால் கூட உங்களுக்காக மட்டுமாக இயேசு இங்கே வந்திருக்கிறார். യേശു മനുഷ്യനോട് പറഞ്ഞു, നീ കിടക്ക എടുത്ത് നടക്കാം. இயேசு சொன்னார், அந்த மனிதனை நோக்கി உன் படுக்கையை எடுத்துக்கொண்டு நட. അവനോട് കരുണ തോന്നി, മനസ്സിൽ തോന്നി, സഹതാപം തോന്നി, അവന്റെ അവസ്ഥയെ ഉള്ളതുപോലെ മനസ്സിലാക്കി യേശുവിനോട് ഒരു വാചകം പറഞ്ഞ ഉടനെ 38 വർഷത്തെ രോഗം സൗഖ്യമായി ആരോഗ്യവാനായി തീർന്നു. இரக்கம் பாராட்டி மனதுருகி அவனிடத்திலே பட்சம் பாராட்டி இயேசு அவனிடத்திலே ஒரு வார்த்தை சொன்ன பொழுது அந்த 38 ஆண்டுகள் இருந்ததான வியாதிகள் நீங்கி அவன் சுகத்தை பெற்று அவன் ആരോഗ്യമുള്ളവനായി മാറിനാൻ. ഇത്തരത്തിൽ യേശു എനിക്ക് വേണ്ടി ജീവാൻ കഴിയും എത്ര വരെ വിശ്വസിക്കുന്നവരെ കരമേർത്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു ഒരു മണവാട്ടിക്ക് വേണ്ടി ഭൂമിയിൽ വന്നവനാണ്. യേശു ഒരു മണവാട്ടിക്കാകവേ ഭൂമിയിൽ വന്നവർ. യേശു ക്രൂശിൽ മരിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വിശുദ്ധ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം 5-26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. இயேசு எதற்காக இந்த பூமியிலே வந்தார் என்கிறதான அவருடைய நோக்கத்தை குறித்து பவுல் எபேசு நிருபம் 5-ാം அதிகாரம் 26-ാം വചനത്തിൽ എഴുതിയിരിக்கிறார். കറ ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ തേജസ്സോടെ മുന്നിൽ നിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. கரை திரையில்லாத சபையை மகிமையோடு தமக்கு முன்னாக நிறுத்தும்படியாக தம்மை தாமே அவளுக்காக ஒப்பு கொடுத்தார். പ്രിയമുള്ളവരെ, കർത്താവായ യേശു ഒരിക്കൽ ലോകത്തിലേക്ക് വന്നു. அருமையானவர்களே, ஒரு தரம் இயேசு உலகத்திலே வந்தார். രക്ഷയ്ക്കായി ലോകത്തിൽ വന്നു. பாவிகளை ரட்சிக்க உலகத்திலே வந்தார். അവൻ വീണ്ടും വരാൻ പോകുകയാണ്. மறுபடியுமாக வருவார். അതാ ഇനി അവൻ ഭൂമിയിലേക്ക് വരും മുൻപേ അവൻ ആകാശമേഘങ്ങളിൽ വരാൻ പോകുന്നു. இனி அவர் பூமியிலே வரும் முன்னதாக வானமேகங்களிலே வருவார். ആകാശമേഘങ്ങൾ കാഹളത്തിനോടുകൂടി വരുന്നതായ മാത്രയിൽ வானமேகங்களிலே எக்காலத்தொடியோடு வரும் ക്ഷണത്തിலே വിശുദ്ധന്മാരുടെ സംഘം മണവാളനെ എതിരേൽക്കും. പരിശുദ്ധവാன்களின் கூட்டம் மணவாளனை எதிர்கொள்ளும். ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നാൽ ക്രിസ്തുവിനെ പിൻപറ്റാമെന്ന് വാക്കുകൊടുത്ത ശേഷമല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. நான் ஒரு காரியம் சொல்லட்டும், கிறிஸ்துவை நான் பின்பற்றுவேன் என்று நாம் வாக்குறுதி கொடுத்த பின்பு அல்ல அவர் நமக்காக மரித்தது. റോമാലേഖനം 5-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ரோம நிருபம் 5-ാം அதிகாரம் 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ தேவன் நம்மிடத்திலே வைத்ததான அன்பின் ஆழத்தை காணலாம். അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? நாம் அங்கு இப்படியாக படிக்கிறோம். ഭക്തരായി ജീവിക്കാമെന്ന് വാക്ക് കൊടുത്ത ശേഷമല്ല യേശു നമുക്ക് വേണ്ടി മരിച്ചത്. நாம் பக்தியுள்ளவர்களாக ஜீவிப்போம் என்று வாக்கு கொடுத்த பின்பு அவர் நமக்காக மரிக்கவில்லை. അഭക്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. நாம் அவபக்தியோடு வாழும் பொழுது இயேசு நமக்காக மரித்தார். ഞാൻ എല്ലാ ദോഷ സ്വഭാവത്തെ വിട്ട് ഒരു ഗുണവാനായി തീരാമെന്ന് വാക്ക് കൊടുത്ത ശേഷം യേശു നമുക്ക് വേണ്ടി മരിച്ചത്. நான் என் துர்க்குணத்தை விட்டு நற்குணசாலியாக வாழ்வேன் என்று வாக்குறுதி கொடுத்த பின்பு அல்ல அவர் எனக்காக மரித்தது. ദോഷികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവൻ മരിച്ചു. நாம் துர்க்குணமுள்ளவர்களாக இருக்கும்படியே இருக்கிற வேளையிலே இயேசு மரித்தார். നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. நாம் பாவிகளாய் இருக்கையில் கிறிஸ்து நமக்காக மரித்தார். നാം അവന് ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവനെ തന്നു. நாம் அவருக்கு சத்துருக்களாக இருக்கிற வேளையிலே ஜீவனை தந்தார். പ്രിയമുള്ളവരെ, യേശു മുൻകൂറായി നമ്മളെ സ്നേഹിക്കുകയും മുൻകൂറായി നമുക്ക് വേണ്ടി മരിക്കുകയും മുൻകൂറായി തന്നെ ജീവനെ നമുക്ക് വേണ്ടി തരികയും ചെയ്തു. இயேசு நமக்காக முன்னமாகவே நம்மை நேசித்தார். நமக்காக முன்னதாகவே அவர் மரித்தார். நமக்காக முன்னதாகவே ஜீவனை தந்தார். ഒരു വിശുദ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ஒரு பரிசுத்தவான் இவ்வாறு சொன்னார், ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ கிறிஸ்துவின் சிலுவை மரணத்தினாலே ഒരേ ഒരാൾ മാത്രമാണ് രക്ഷിക്കപ്പെട്ടതെങ്കിലും ക്രിസ്തു ഞാൻ മരിച്ചല്ലോ എന്ന് പശ്ചാത്തപിക്കുക
സംഭവിക്കുകയില്ല. ஒரே ஒரு நபர் தான் ரட்சிக்கப்பட்டாலும் கூட நான் அவருக்காக மரித்தேன் என்று சொல்லி இயேசு அதிலே അധൈര്യപ്പെட ദുഃഖപ്പെட കാരണമില്ലേ. അയ്യോ, എന്റെ മരണം കൊണ്ട് ഒരാൾ മാത്രം രക്ഷിക്കപ്പെട്ടുവല്ലോ, എന്റെ മരണം നഷ്ടത്തിലായെന്ന് ഈ ചിന്തിക്കുകയില്ല. കാരണം ഒരാത്മാവിന് യേശു കൊടുക്കുന്ന വില അത്ര വലുതാണ്. ஒரு மனிதன் தான் என்னுடைய இரத்தத்தில் நான் என் மரணத்திலானே ரட்சிக்கப்பட்டான் என்று சொல்லி என் மரணம் வீணாய் போய்விட்டது என்று சொல்லி இயேசு ஒருபோதும் துக்கமடைய மாட்டார். ஏனென்றால் அந்த ஒரு நபரும் இயேசுவின் பார்வையிலே மிகவும் மிகவும் விலையேற பெற்றவன். ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി മാനവകുലത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു നാം പൊതുവെ പറയുന്നു വരികിലും நாம் பொதுவாக கிறிஸ்து மனுக்குலத்தின் ரட்சிப்புக்காக மரித்தார் என்று நாம் சொன்னாலும் கூட ക്രിസ്തു മരിച്ചതിനാൽ കോടിക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ട് നീതിമാന്മാരായി തീർന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും கிறிஸ்துவின் மரணத்தினாலே கோடிக்கணக்கு மனிதர்கள் ரட்சிக்கப்பட்டு நீதிமான்களாக மாறிவிட்டார்கள் என்பது ஒரு மெய்ப்பொருளாக இருந்தாலும் கூட ക്രിസ്തു തന്റെ മുൻപിൽ തന്റെ കണ്ണു മുൻപിൽ ഒരേ ഒരാളെ നിന്നെ എന്നെയും കണ്ടുകൊണ്ടാണ് ജീവൻ വെടിഞ്ഞത്. ஆனால் கிறிஸ்து தம்முடைய பார்வைக்கு முன்பாக ஒரே ஒரு நபரை, அது நீதான், அது நான் தான், நமக்காகத்தான் அவர் மரித்தார். എബ്രായലേഖനം 2:9 വാക്യത്തിൽ വായിക്കുമ്പോൾ எபிரேய நிருபம் 2-ம் அதிகாரம் 9-ம் வசனத்தில் യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. இயேசு எல்லாருக்காகவும் மரணத்தை ருசி பார்த்தார். മലയാളത്തിൽ എല്ലാവരും എഴുതിയിരിക്കുന്നെങ്കിലും மலையாளத்திலே எல்லாவரும் என்று எழுதினாலும் கூட എവരിമൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ஆங்கிலத்திலே ஒவ்வொரு நபருக்காக, തമിഴിൽ ഒവ്വൊരുവർക്കാகவும் മരിച്ചു. தமிழிலே ஒவ்வொருவருக்காகவும் மரணத்தை ருசி பார்த்தார். എല്ലാവർക്കും വേണ്ടിയിട്ട് യേശു മരിക്കായിരുന്നില്ല, ഓരോരുത്തർക്കും വേണ്ടി ഒരേ ഒരാളെ കണ്ടുകൊണ്ട് ജീവൻ കൊടുക്കുകയായിരുന്നു. எல்லாருக்காகவும் இயேசு மரிக்கவில்லை, ஒவ்வொருவருக்காக ஒவ்வொரு நபரை கண்டுகொண்டு மரித்தார். ആ ഒരാൾ ആരാണെന്ന് ആർക്ക് പറയാം? அந்த ஒரு ஆள் யாருன்னு உங்களால் சொல்ல முடியுமா? ഞാൻ പറയുന്നു, ഞാനാണ്. நான் சொல்வேன், அது நான் தான். സന്തോഷത്തോടെ പറയുന്നത് ഞാനാണ്. மிகுந்த மகிழ்ச்சியோடு சொல்வேன், நான் தான். എനിക്ക് വേണ്ടി മാത്രമാണ് യേശു ക്രൂശിൽ മരിച്ചത്. எனக்காக மட்டும்தான் இயேசு சிலுவையில் மரித்தார். എന്നെ രക്ഷിക്കപ്പെട്ട യേശു ആ കഷ്ടങ്ങളെല്ലാം സഹിച്ചത്. நான் രക്ഷിക്കപ്പെടാൻ യേശു இந்த പാട് അനുഭവിച്ചാர். അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും തോന്നുകൾ, അങ്ങനെ തോന്നുന്നവർ മാത്രം കരമുയർത്തിയൊരു മൂന്നഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുക്കത്തിൽ നീ കർത്താവായ യേശു ക്രിസ്തു ഒരാൾക്ക് വേണ്ടി മരിച്ചു. ചുരുക്കமாக சொன்னால் ஒரு நபருக்காக இயேசு மரித்தார். നീ ആകുന്ന ഒരാളെ നീതിമാനാക്കുവാൻ, നീ എണ്ണും அந்த ஒரு நபரை நீதிமானாய் നീ மாற்ற, എന്ന ഒരേ ഒരാളെ വിശുദ്ധനാക്കി തീർക്കുവാൻ, நீ എണ്ണും ഒരുവனை പരിശുദ്ധവാനാക്ക, കൂടാതെ നീ എന്ന ഒരാളെ മണവാട്ടിയാക്കി തീർക്കുവാൻ യേശു ക്രൂശിൽ പാടുകൾ அதை സഹിച്ചു. தவிர நீ என்னும் ஒரு நபரை மனவாட்டியாக மாற்ற இயேசு சிலுவையிலே பாடுகளை சகித்தார். അവൻ ആ ഓരോ യാതനയും ഓരോ വേദനയും ഓരോ സഹനവും ആ ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ஒவ்வொரு பாடு, துன்பம், வேதனை எல்லாம் இந்த ஒரு நபருக்காகவே அனுபவித்தார். ഒരാളെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം സഹിക്കുവാൻ യേശു മടിച്ചില്ല. ഒരാളെ കണ്ണുക്ക് മുൻപാக കണ്ട് ഇതെല്ലാം അനുഭവിക്ക യേശു തയങ്കവിல்லை. യേശുവിനെ ചെകിട്ട് തടിച്ചപ്പോഴും ഒരാൾക്ക് വേണ്ടി സഹിക്കുന്നത് ഒരു നഷ്ടമായി തോന്നിയില്ല. இயேசுவை கண்ணத்திலே அறைந்த பொழுதும் ஒரு நபருக்காக அனுபவிப்பது அவருக்கு ஒரு இழப்பாக தோன்றவில்லை. അവന്റെ മുഖത്ത് തുപ്പി അപമാനിച്ചപ്പോഴും ഒരാൾക്ക് വേണ്ടി ഇത് സഹിക്കുന്നത് പോലെ യേശു ഇത് ഏറ്റെടുത്തു. அவர் முகத்திலே உமிழ்ந்து அவரை அடித்த பொழுது, அவமானம் பண்ணின பொழுதும் ஒரு நபருக்காகவும் சந்தோஷமாய் ஏற்றுக்கொண்டார். അവന്റെ തലയിൽ മുള്ളുവിടെ വെച്ച് കോല് കൊണ്ടടിച്ചപ്പോഴും ഒരാൾക്ക് വേണ്ടി എന്ന വണ്ണം അത് സഹിച്ചു. முட்கிரீடத்தை வைத்து தலையிலே கோலினாலே ஓங்கி அடித்த பொழுதும் ஒரு நபருக்காக என்று சொல்லியும் சந்தோஷத்தோடு அனுபவித்தார். മുഴുവനും അത് ചാട്ടുപാറ കൊണ്ട് അടിച്ചു കഴിയപ്പോഴും ഒരാൾക്ക് വേണ്ടി എന്ന വണ്ണം അത് സഹിച്ചു. அவருடைய முதுகை சாட்டை வாரினாலே அடித்து கிழித்த பொழுதிலும் ஒரு நபருக்காக ஆனாலும் கூட சந்தோஷமாக அனுபவித்தார். അടിയേറ്റ് മുറിവേറ്റ് രക്തം മാറുന്ന അവശനായി ഒരു ക്രൂശുമരം താൻ ചുമന്നുകൊണ്ട് കാടിലേക്ക് നടന്നു പോകുമ്പോഴും ഒരേ ഒരാൾ മുൻപിൽ കണ്ടുകൊണ്ട് അത് സന്തോഷത്തോടെ ചെയ്തു. பாடேற்று அவர் அவதிப்பட்டு கஷ்டப்பட்டு வேதனையோடு கூட அந்த இரத்தத்தை சிந்தி அந்த சிலுவையை சுமந்து அவர் கால்வரியிலே செல்லும் பொழுதும் கூட ஒரு நபருக்காகவும் அதை சந்தோஷமாய் அனுபவித்தார். മരത്തോട് ചേർത്ത് ആണിയടിക്കുവാൻ കൈയിലും കാലും നീട്ടിക്കൊടുത്തപ്പോഴും ഒരേ ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു അത് ചെയ്തു. அந்த மரத்தோடு சேர்ந்து ஆணிகளினாலே கடாவப்பட
கைகளை கால்களை நீட்டி கொடுத்த பொழுதிலும் ஒரு நபருக்காகவும் சந்தோஷமாய் அனுபவித்தார். അവരാൽ നീയും ഞാനുമായിരുന്നു. அந்த ஒரு நபர் அது நீதான், அது நான் தான். നീയും ഞാനും ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാമല്ല, അവനെ മണവാട്ടിയായി തീരണം എന്ന ഉദ്ദേശത്തോടുകൂടെ ആ സന്തോഷം മുൻപിൽ വെച്ചുകൊണ്ട് എല്ലാം സന്തോഷത്തോടെ യേശു സഹിച്ചു. நீயும் நானும் ரட்சிக்கப்படும்படியாக ஒரு மனவாட்டியாக மாறும்படியாகவே அந்த சந்தோஷத்தை முன்னமே கண்டுகொண்டு இயேசு உனக்காக எனக்காக நான் மனவாட்டியாக மாறும்படியாக எல்லாம் சந்தோஷத்தோடு அனுபவித்தார். ക്രിസ്തു നിന്നെ തന്നെ മണവാട്ടിയാക്കുവാൻ നിനക്ക് വേണ്ടി മാത്രം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. கிறிஸ்துவை தம்முடைய மனவாட்டியாக மாற்றும்படியாக உனக்காக மட்டுமே இங்கே வந்திருக்கிறார். അങ്ങനെയെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? அப்படி என்றால் நீ என்ன செய்ய வேண்டும்? ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട വേദലായി തീരണം. நீ രക്ഷിക്കപ്പെട്ട ദൈവ പിള്ളയായി മാറ வேண்டும். നീ മാനസാന്തരപ്പെട്ട ശേഷം സ്നാനമേറ്റ് ഒരു വിശുദ്ധീകരണം പ്രാപിക്കണം. നീ മനം തിരുമ്പി ജ്ഞാനസ്നാനം പെറ്റ് പരിശുദ്ധമാകുതலை பெற வேண்டும். നിനക്കൊരു വേർപാട് ജീവിതവും വിശുദ്ധ ജീവിതവും ഉണ്ടായിരിക്കണം. വേർപാട്ടിൻ ജീവിതം പരിശുദ്ധ ജീവിതം வேண்டும். നീ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടണം. നീയോ പരിശുദ്ധാത്മാവിനാലെ അഭിഷേകം പെற வேண்டும். ആത്മീയമായ വളർച്ച ആവശ്യം ഉപദേശം എവിടെ കിട്ടുമോ ആര് തരുമോ അവിടേക്ക് നീ തേടി ചെല്ലണം. ஆவிக்குரிய வளர்ச்சிக்கு தேவையான உபதேசம் எங்கே கிடைக்கும், யார் தருவார்களோ அதை தேடி போய் நீ பெற்றுக்கொள்ள வேண்டும். നിന്നെ ഒരു മണവാട്ടിയെ മറ്റുള്ള ഒരുക്കുന്നത് പോലെ ഒരു മണവാട്ടിയായി നിന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കിയെടുക്കത്തക്ക ശുശ്രൂഷയും ശുശ്രൂഷകരും നീ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ஒரு மணவாட்டியை அலங்கரித்து ஆயத்தப்படுகிற வண்ணமாக உன்னை கிறிஸ்துவின் மணவாட்டியாக ஆயத்தப்படுத்தி அலங்கரிக்கும் ஊழியத்தை நீ அனுபவித்துக் கொண்டுதான் இருக்க வேண்டும். അങ്ങനെ ദിനം പ്രതി നീ രൂപാന്തരപ്പെട്ട് ദിനമണമാനെ പോലെയായി തീർന്ന ഒടുവിൽ അവനേറ്റവും മണവാട്ടിയായി തീരുന്നവരെ നീ സമർപ്പിച്ച ജീവിതത്തിൽ എല്ലാ ആസ്വദിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. அப்படியாக நீ ஒவ்வொரு நாளும் அருவம் அடைந்து உன் மணவாளனுக்கு ஒப்பாக ஒரு அருமையான மணவாட்டியாக மாறும்படியாக அப்படியாக கிறிஸ்தவ வாழ்க்கையிலே ஒவ்வொரு நாளும் நீ முன்னேறி போய்கொண்டே இருக்க வேண்டும். ആകയാൽ നീ ആകുന്ന ഞാനാകുന്ന മണവാട്ടിക്കായി അവൻ വേഗത്തിൽ മണവാളനായി പ്രത്യക്ഷനാകും. ஆதலால் நீ என்னும் நான் என்னும் மணவாட்டிக்காக அவர் மணவாளனாக தரிசனமாவார். മണവാളനായി വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ വരവ് നാൾ ഏറ്റവും അടുത്തു പോയി. மணவாளனாக இயேசு பிரத்யட்சமாகும் நாள் இதோ சமீபம். നാം സാധാരണ ഇംഗ്ലീഷ് പറയുന്നത് പോലെ ഓടിപ്പോകുമ്പോൾ വ്യക്തമായി വായിക്കത്തക്കവണ്ണം എല്ലാ അടയാളങ്ങളും എല്ലാ ലക്ഷണങ്ങളും നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ஆங்கிலத்தில் நாம் படிக்கிற வண்ணமாக ஓடிப்போகும் பொழுது நாம் தெளிவாக வாசிக்கத்தக்கதான விதத்திலே எல்லா விதமான அடையாளங்கள் அறிகுறிகள் எல்லாமே அது நிறைவேறிவிட்டது. ഇനിയും യേശു വരുവാൻ എന്തൊക്കെയോ പ്രവചനം നടക്കാനുണ്ടെന്നതായ മിഥ്യാധാരണയിൽ നീ ഉറങ്ങിപ്പോകരുത്. இன்னும் இயேசு வரை எத்தனையோ காரியங்கள் நிறைவேற வேண்டும் என்கிறதான தவறான சிந்தையிலே நீ மயங்கி போக வேண்டாம். ബുദ്ധിയില്ലാത്ത ഒരു കന്യക പോലെ കാണപ്പെടരുത്. நீ புத்தியற்ற கன்னிகைക്കൊப்பாக காணப்பட வேண்டாம். നീ ബുദ്ധിയുള്ളതും നിർമ്മൽ ബുദ്ധിയുള്ള ഒരു നിർമ്മല കന്യകയായി അവനെ കാത്തിരിക്കുന്ന മണവാട്ടിയായി കാണപ്പെടുക. அதற்கு பதிலாக புத்தியுள்ளதான ஒரு மாசற்ற கன்னிகையாக அவருக்காக காத்திருக்கதான நிலவரத்திலே காணப்படு. നീ ആകുന്ന ഒരേ ഒരു വ്യക്തിയെ മണവാട്ടിയാക്കി തീർക്കുവാൻ സകലവും സഹിച്ചവനും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനും മണവനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവനെ മണവാട്ടിയാൽ അടുക്കലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകുമാറാകട്ടെ. ஆதலால் நீ என்ன ஒரு மணவாட்டிக்காக ஒரு மணவாளனாக உன்னை நேசித்து உனக்காக தன்மையை ஒப்பு கொடுத்ததான் இயேசுவானவர் வெளிப்படும் பொழுது அவருடைய ஏற்ற மணவாட்டியாக மாற ஆண்டவர் தாமே உனக்கு பாக்கியம் அருளுவாராக. നിന്നെ ഒരു മണവാട്ടിയാക്കി തീർക്കുവാൻ നിനക്ക് വേണ്ടി മാത്രം ക്രിസ്തു ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. உன்னை ஒரு மணவாட்டியாக மாற்ற உனக்காக மட்டுமே கிறிஸ்துவானவர் இங்கே வந்திருக்கிறார். ഈ കൺവെൻഷൻ നിനക്ക് വേണ്ടി മാത്രം. இந்த கன்வென்ஷன் உனக்காக மட்டுமே. നിനക്ക് വേണ്ടി മാത്രം. இந்த கூட்டம் உனக்காக மட்டுமே. ഈ ആത്മാവിന്റെ പ്രവർത്തനം മുതൽ ശുശ്രൂഷയും നിനക്ക് വേണ്ടി മാത്രമാണ്. ஆவியின் செயல் இந்த வசனத்தின் ஊழியங்கள் எல்லாம் உனக்காக மட்டுமே. ക്രിസ്തു നിനക്ക് വേണ്ടി മാത്രമായി വന്നിരിക്കുന്നു. മണവാട്ടിയായി തിരുവാതിര സമർപ്പിച്ചു കൊടുക്കുക. கிறிஸ்துவை மட்டும் தேடி வந்திருக்கிறார். மணவாட்டியாக மாற உன்னை ஒப்புக்கொடு. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് വരുന്നത് നമ്മുടെ ഒരു ദൗത്യം കൂടെ ഫലമേൽപ്പിക്കാൻ വേണ്ടിയാണ്. ஆண்டவர் வருவது நமக்கு ஒரு கடமையை கூட ஒப்படைக்க முடியாது. മത്തായി വിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം 18-ാം വചനത്തിൽ യേശു ഗലീല കടപ്പുറത്ത് നടക്കുവാൻ പോയി എന്ന് കാണുക. യേശു ഗലീലയ കടക്കരയിലെ നടക്ക ചെന്റാർ. എന്തിനാണ് യേശു ഗലീല കടക്കരയ്ക്ക് പോയത്? യേശു ഗലീലയ കടക്കരയിലെ കാറ്റ് കൊള്ളാനായിരുന്നോ, പ്രകൃതി ആസ്വദിക്കാനായിരുന്നോ, തിരമാല കാണാനായിരുന്നോ, എന്തിനു വേണ്ടി പോയി?
காற்று வாங்கவா, இயற்கை அழையை ருசி பார்க்கும்படியாகவா, இல்லாவிட்டால் அந்த திரைகளை அலைகளை பார்க்கும்படியாகவா? യേശുവിന്റെ മനസ്സിൽ ചില വ്യക്തികളെ കണ്ടുകൊണ്ടാണ് അവിടെ പോയത്. യേശു മനതിൽ ചില നബർகளை കണ്ട് അവർക്കാകത്താൻ പോனார். അവിടെ ചെന്നപ്പോൾ ഒരു പത്രോസിനെ അവന്റെ സഹോദരനായ അന്ത്രയോസിനെ കാണുകയാണ്. അங்கே சென்றபொழுது ഒരു പേതുരുவை അവന്റെ സഹോദരനായ അന്ത്രേയാவை കണ്ടാർ. മത്സ്യബന്ധനവും മത്സ്യവിൽപ്പനയും അവരുടെ തൊഴിലായിരുന്നു. മീൻ പിടിപ്പത്, മീൻ വിൽപ്പതുதான் അവர்களுடைய தொழில். എന്നാൽ അവരെ കണ്ട മാത്രയിൽ യേശു അവരോട് പറയുകയാണ്. ஆனால் அவர்களை കണ്ട ക്ഷണത്തിൽ യേശു சொல்கிறார். മത്തായി 4:18. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. இயேசு கலிலேய கடலோரமாய் நடந்து போகையில் மீன் பிடிக்கிறவர்களாயிருந்த 2 சகோதரராகிய பேதுரு என்னப்பட்ட சீமோனும் அவன் சகோதரன் அந்திரேயாவும் கடலில் வலை போட்டு கொண்டிருக்கிற போது அவர்களை கண்டு, என் பின்னே வாருங்கள், உங்களை மனுஷர்களை பிடிக்கிறவர்களாக்குவேன் என்றார். ഇവിടെ പത്രോസും സഹോദരനായ അന്ത്രയോസും മത്സ്യബന്ധനം ഏർപ്പെട്ടിരിക്കെ യേശുവിനെ നേരിൽ ചെന്ന് കണ്ടു. இங்கே பேதுருவும் சகோதரனாகிய அந்திரேயாவும் அவர்கள் கடலிலே வலை போட்டுக் கொண்டிருக்கிற வேளையில் இயேசு அவர்களை தேடி போனார். അവരെ നോക്കി യേശു വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു പുതിയ ദൗത്യം തരുന്നു. அவரை பார்த்து இயேசு மிகவும் தெளிவாக சொல்கிறார், நான் உங்களுக்கு ஒரு புதிய உத்தரவாதத்தை தருவேன். ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളെ തേടി ഇവിടെ വന്നത്. இதற்காகத்தான் நான் உங்களை தேடி வந்தேன். എന്താണ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായ ദൗത്യം? நான் தரும் கடமை என்ன? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. நான் உங்களை മനുഷ്യരെ പിടിக்கிறവളാക്കുவேன். ഇതുവരെയും നിങ്ങൾ വലയിട്ട് മത്സ്യങ്ങളെ കടന്നു പിടിക്കുന്നവരായിരുന്നു. இதுவரை நீங்கள் வலை போட்டு மீன்களை தான் பிடித்தீர்கள். ഇനി മുതൽ സുവിശേഷമാകുന്ന വലയെ ലോകത്തിലേക്ക് വീശി ആത്മാക്കളാകുന്ന മനുഷ്യരെ പിടിക്കുന്നവരായി മാറുവീ. ஆனால் இது முதற்கொண்டு உலகம் என்னும் கடலிலே சுவிசேஷம் என்னும் வலையை வீசி நீங்கள் ஆத்துமாக்களை பிடிக்கிறவர்களாக மாற வேண்டும். ഞാൻ നിങ്ങളെ ആത്മാക്കളെ നേടുന്നവരാക്കി തീർക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവர்களாக உங்களை மாற்றுவேன். அதற்காகவே வந்தேன். യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ നിനക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നു. നിനക്ക് തരുവാൻ അവനൊരു ദൗത്യമുണ്ട്. அந்த இயேசு இங்கே வந்திருக்கிறார். உனக்காகத்தான் வந்திருக்கிறார். உனக்காக தரும்படியாக ஒரு உத்தரவாதம் அவரிடத்திலே உண்டு. നീ അവന്റെ ഒരു സാക്ഷിയായി മാറണം. നീ അവർക്ക് സാക്ഷിയായി മാറ வேண்டும். നീ ആത്മാക്കളെ നേടുന്നവനായി തീരണം. ഈ ആത്മാക്കളെ ആദായം பண்ண வேண்டும். ഒരുവേള നിനക്കിപ്പോ ഒരു ജോലി ഉണ്ടായിരുന്നേ, ഒരുവേള இப்பொழுது உனக்கு ஒரு வேலை இருக்கலாம், ഒരു വരുമാനം ഉണ്ടായിരുന്നേ, வருமானம் இருக்கலாம். എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നിനായി ഞാൻ നിന്നെ വിളിക്കുന്നു. அதை பார்க்கலும் சிறந்த ஒன்றுக்காக உன்னை அழைக்கிறேன். ഇന്ന് നിന്നെക്കൊണ്ട് നിന്റെ കുടുംബത്തിലെ ചുരുക്കം പേർക്ക് പ്രയോജനം ഉണ്ടായിരുന്നേക്കാം. ஒருவேளை இன்றைக்கு நீ நிமித்தமாக உன்னுடைய குடும்பத்திலே சுருக்கம் சிலருக்கு பிரயோஜனம் கிடைக்கலாம். ഞാൻ നിന്നെ 1000 പ്രയോജനപ്പെടുത്തുവാൻ ഒരു ദൗത്യവുമായി വന്നിരിക്കുന്നു. ஆனால் ஆயிரக்கணக்கான மனுஷருக்கு நீ பிரயோஜனப்படும்படியாக உனக்கு தர ஒரு உத்தரவாதத்தோடு வந்திருக்கிறேன். ഞാൻ നിന്നെ എന്റെ വലം കൈയിൽ ഒരു ആയുധമാക്കി മാറ്റുവാൻ വന്നിരിക്കുന്നു. நான் உன்னை என் வலங்கையின் ஆயுதமாய் மாற்றுவேன். ഞാൻ നിന്നെ ഒരു വലിയ മാനപാത്രമായി നിയോഗിക്കാൻ വന്നിരിക്കുന്നു. உன்னை கருத்திற்குரிய பாத்திரமாக நியமிக்க உபயோகிக்க வந்திருக்கிறேன். ഇതുവരെയും നീ പിടിച്ചത് മത്സ്യത്തിന്റെ വില അല്ല, നീ നേടാൻ പോകുന്ന ആത്മാക്കളുടെ വില. இதுவரை நீ பிடித்ததான மீன்களின் விலை அல்ல, நீ பிடிக்க போகிறதான ஆத்மாக்களின் விலை. നീ രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന മത്സ്യത്തിന് ഏതാനും 1000 രൂപയുടെ വിലയാണെങ്കിൽ, ஒருவேளை நீ இரவு முழுதும் முயற்சி செய்து பிடிக்கிறதான மீனுக்கு சில ஆயிரங்கள் விலை கிடைத்தால், നീ എടുത്ത ഓരോ ആത്മാവിനും മുഴു ലോകത്തേക്കാൾ വിലയുള്ളതായിരിക്കും. இது முதற்கொண்டு நீ ஆயத்தப்படுத்தும் ஒவ்வொரு ஆத்மாவிற்கும் முழுவகத்தை பார்க்கிலும் விலை மதிப்புண்டு. ഈ ദൗത്യം ഏറ്റെടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? இந்த பொறுப்பை ஏற்றுக்கொள்ள மனதிருக்கிறதா? നിന്നെ ഫലമേൽപ്പിക്കുവാൻ നിനക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നു. இது உனக்கு ஒப்படைக்கும்படியாக உன்னை தேடி மட்டும்தான் வந்தேன். ഇന്ന് നീ ചെയ്യുന്ന ജോലി കൊണ്ടോ നിന്റെ ബിസിനസ് കൊണ്ടോ നിനക്കൊരു തൽക്കാല വരുമാനം ഉണ്ടായിരുന്നു. ஒருவேளை நீ வேலையினாலே வியாபாரத்தினாலே தற்காலிகமான வருமானம் தான் கிடைக்கும். എന്നാൽ ഈ ലോകത്തിൽ ഒരു ബാങ്കിൽ നിനക്കൊരു അല്പം നിക്ഷേപം ഉണ്ടായിരുന്നേക്കാം. ஒருவேளை உலகத்திலே வங்கியிலே சில சேமிப்பு இருக்கலாம். ഞാൻ നിനക്ക് നൽകുന്നതായ ദൗത്യത്തിലൂടെ നീ ഒരു വലിയ നിക്ഷേപത്തിനുടമയായി തീരാൻ. ஆனால் நான் தருகிறதான பொறுப்பு நிமித்தமாக நீ பெரிய பொக்கிஷத்துக்கு உடமையாக மாறுவாய். അതേ കള്ളൻ തുരന്ന് മോഷ്ടിക്കുകയും പുഴുവും തുരുമ്പും കെടുക്കുന്നതായ ഈ ലോകത്തിലെ ആ താൽക്കാലിക
താൽക്കാലിക നിക്ഷേപമല്ല. அது இந்த உலகத்திலே திருட திருகிறதான புழுக்கள் அழித்து போடுகிறதான தற்கால சேமிப்பல்ல. അത് കണക്കാക്കാൻ വയ്യാത്ത ഒരു വൻ നിക്ഷേപം നിത്യതയിൽ നിനക്കുണ്ടാകുവാൻ നിനക്ക് ഈ ദൗത്യം നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. தொகையிட முடியாத பெரிதான ஒரு பொக்கிஷத்தை உனக்கு பரலோகத்திலே வைக்கும்படியாக இந்த உத்தரவாதத்தை தரும்படியாக வந்திருக்கிறேன். ഇന്ന് നിന്റെ ഈ തൊഴിൽ കൊണ്ട് നീ നേടുന്നത് എന്തു തന്നെയാണ് എല്ലാവരും നശ്വരമാണ്. நீ இந்த உலகத்திலே தொழிலினாலே என்னதான் ஆதாயப்படுத்தினாலும் அதெல்லாம் தற்காலிகமானது. എത്ര ലക്ഷം നേടിയാലും അത് നഷ്ടപ്പെടും. எவ்வளவு லட்சத்தை ஆதாயப்படுத்தினாலும் இழந்து விடுவாய். നീ വലിയ ബംഗ്ലാവ് പണിഞ്ഞാലും അത് ഒരു നാളിൽ നശിച്ചു പോകും. ஒரு பெரிய மணிமாளிகையை கட்டினாலும் அது ஒரு நாளிலே அழிந்து விடும். ലോകത്തുനിന്ന് ഏക്കറുകൾ സമ്പാദിച്ച് ഒരു വലിയ എസ്റ്റേറ്റിന് മുതലാളിയായാലും ഒരു നാളിൽ നീ ഇവിടുന്ന് കൈയും വീശി ഒന്നുമില്ലാത്തവനായി കടന്നു പോകും. ஏக்கர் கணக்கான நிலங்களை சம்பாதித்து ஒரு எஸ்டேட் முதலாளியாக மாறினாலும் கூட ஒரு நாளிலே வெறும் கையோடு நீ போக வேண்டி എന്നാൽ ഞാൻ നിന്നെ ഏൽപ്പിക്കും ദൗത്യം ഇന്ന് മുതൽ വിശ്വസോടെ ചെയ്താൽ നിനക്ക് ഒരു വലിയ അനശ്വരമായ സമ്പത്ത്, നിലനിൽക്കുന്ന സമ്പത്ത് സ്വർഗത്തിൽ ഉണ്ടാകും. ஆனால் நான் தரும் உத்தரவாதத்தை நன்றாக உண்மையாக செய்தால் அழியாத பொக்கிஷம், நிரந்தரமான பொக்கிஷம் பரலோகத்திலே இருக்கும். ഇന്ന് നീ വാങ്ങുന്ന ശമ്പളം കൊണ്ടും നിന്റെ അധ്വാന ഫലം കൊണ്ടും നിന്റെ കുടുംബത്തിലുള്ളവർക്കോ പ്രിയപ്പെട്ടവർക്കോ ഉപകാരപ്പെടുന്നുണ്ടായിരുന്നേക്കാം. உன் கையின் பலனாலே உன் சம்பளத்தினாலே உன்னுடைய குடும்பத்தார் உன்னுடைய உறவினர் பிரயோஜனப்படலாம். എന്നാൽ ഇന്നു മുതൽ നീ പറയുന്ന സാക്ഷ്യം അനേക കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. ஆனால் இது முதற்கொண்டு நீ சொல்லும் சாட்சி எத்தனையோ பேருக்கு பிரயோஜனமாய் மாறும். അനേകരെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് പൈശാചിക ബന്ധനത്തെ വിടുവിക്കുവാൻ ഞാൻ നിന്നെ ആയിരങ്ങൾക്ക് ഉപകാരമായി ഉപയോഗിക്കും. அநேகரை பாவத்திலே சாபத்திலே பிசாசின் கட்டிலே இருந்து இழுத்துக் கொள்ளும்படியாக நான் உன்னை அநேகருக்கு பிரயோஜனமாய் மாற்றுவேன். ഈ ദൗത്യം നിന്നെ ഏൽപ്പിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നു. இந்த பொறுப்பை உனக்கு ஒப்படைக்க உன்னை மட்டும் தேடி வந்தேன். ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കുവാൻ വന്നിരിക്കുന്നു. நான் உன்னை மனுஷனை பிடிக்கிறவராய் மாற்ற வந்திருக்கிறேன். നിനക്കതിന് മനസ്സുണ്ടോ? உனக்கு நீ மனதாயிருக்கிறாயோ? പുതിയതും ഏറ്റവും ഉത്തമമായ അമൂല്യമായ ഒരു ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. புதியதான மிகவும் சிறப்பு வாய்ந்ததான மிகவும் விலை மதிக்க முடியாத ஒரு பொறுப்பை உனக்கு தர விரும்புகிறேன். ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ എത്ര പേര് ഇവിടെ തയ്യാറ്? இந்த கடமையை ஏற்றுக்கொள்ள எத்தனை பேர் இங்கே தயாராக இருக்கிறீர்கள்? നിന്റെ വിളി നീ തിരിച്ചറിയുക. உன் அழைப்பை நீ புரிந்து கொள். തെരഞ്ഞെടുപ്പ് നീ തിരിച്ചറിയുക. உன் தெரிந்து கொள்வதை புரிந்து கொள்கிறாய். നിന്നെ എന്തിനായി അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയെന്ന് തിരിച്ചറിയുക. தாயின் வயிற்றிலே ஏன் உருவாக்கினார் என்பதை புரிந்து கொள்கிறாய். എന്തിന് ഇത്രത്തോളം ആയുസ്സിനെ നീട്ടിത്തന്നു എന്ന് തിരിച്ചറിയുക. ஏன் இவ்வளவு வாழ்நாளை அவர் நீட்டி தந்தார் என்பதை புரிந்து கொள்கிறாய். എത്രയോ അപകടത്തിൽ നിന്നെ വിടുവിച്ചതും എത്രയോ തവണ നിന്റെ മരണത്തിൽ വിടുവിച്ചതും എന്തിനായിരുന്നുവെന്ന് തിരിച്ചറിയുക. எத்தனை ஆபத்தில் மரணத்திலிருந்து உன்னை ஆண்டவர் விடுதலையாக்கினார், அதன் நோக்கம் என்ன என்பதை இப்பொழுது புரிந்து கொள்கிறாய். നിനക്കൊരു അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ, മാനങ്ങൾ, നന്മകൾ നിനക്ക് ലഭിച്ചത് അത് ഞാൻ നിനക്ക് തന്നത് എന്തിനാണെന്ന് തിരിച്ചറിയുക. உனக்கு தகுதியில்லாத கணங்களை, ஸ்தானங்களை, நன்மைகளை ஏன் தந்தேன் என்கிற நோக்கத்தை புரிந்து கொள்கிறாய். നിന്നെ എനിക്ക് ആവശ്യമുണ്ടാകും. ஒன்றை எனக்கு வேண்டும். എന്റെ പ്രവൃത്തിക്കായി നിന്നെ ആവശ്യമുണ്ടാകും. என்னுடைய செயலுக்காக எனக்கு நீ தேவை. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ തുടർന്ന് ഏറ്റെടുത്തുവാൻ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. நான் செய்த கிரியை தொடர்படியாக எனக்கு நீ தேவை. നഷ്ടപ്പെട്ടു പോകുന്ന നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഈ അസംഖ്യം ജനത്തിന്റെ രക്ഷകനായി പ്രവർത്തിക്കുവാൻ, അവർ രക്ഷയിലേക്ക് നയിക്കുന്നവനായി പ്രവർത്തിപ്പാൻ നിന്റെ ആവശ്യമുണ്ട്. இழந்து போனதான நரகத்தில் செல்கிறதான அநேக ஆத்துமாக்களுக்கு ஒரு രക്ഷകനായി கிரியை செய்ய எனக்கு நீ தேவை. എന്റെ സ്വർഗത്തിനും ഭൂമിയിലും സകല ധ്യാനമുള്ള നാമോപയോഗിച്ച സാത്താന്റെ ഗോപുരങ്ങൾ തകർക്കുവാൻ, അവന്റെ കോട്ടകളെ ഇടിക്കുവാൻ, അതേ ബന്ധനങ്ങളെ അടിക്കുവാൻ, നിന്നെ പാതാള ഗോപുരങ്ങളെ പിടിച്ചു കുലുക്കുവാൻ നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. வானத்திலும் பூமியிலுള്ളதான என்னுடைய நாமத்தின் அதிகாரத்தை உபயோகித்து பாதாள கோபுரங்களை, சாத்தானின் வல்லமைகளை, சாத்தானின் கோட்டைகளை எல்லாம் அவிழ்த்து அதை நொறுக்கி அநேகரை விடுவிக்க எனக்கு உன்னை தேவையாக இருக்கிறது. നിനക്കൊരു ഇങ്ങനെ ഒരു പുതിയ ജോലി തരുവാൻ, പുതിയൊരു ദൗത്യം തരുവാൻ, പുതിയൊരു ചുമതല തരുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഏറ്റെടുക്കുമോ? ஒரு புதிய வேலை, புதிய உத்தரவாதம், புதிய பொறுப்பு, கடமை உனக்கு தர வந்திருக்கிறேன். ஏற்றுக்கொள்வாயோ? നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. നീ നിന്നെ കുറിച്ചുള്ളതായ എന്റെ ഇഷ്ടം തിരിച്ചറിയണമെന്ന് കർത്താവ് ആവശ്യപ്പെടും. நான் உனக்காக மட்டும் வந்திருப்பது இதுதான். உன்னை குறித்துதான் என்னுடைய நோக்கத்தை நீ விளங்கிக் கொள்ள வேண்டும். നമ്മൾ ഒരാളെ സൗഖ്യമാക്കുവാൻ വേണ്ടി അവൻ നമ്മുടെ അടുക്കൽ വരുന്നവൻ. ஒரு நபரை, ஒவ்வொரு நபரை சுகமாக்க இயேசு நம்மிடத்திலே வந்திருக்கிறார். നമ്മൾ ഒരു ദാസനെ സൗഖ്യമാക്കുവാൻ ശതാധിപന് വീട്ടിലേക്ക് പോയ യേശുവിനെ കാണുന്നു.
ஒரு பணிவிடைக்காரனுக்கு சுகம் கொடுக்கும்படியாக நூற்றுக்கு அதிபதியின் வீட்டிலே போன இயேசுவை காண முடியும். റോമൻ പട്ടാളത്തിലെ 100 പട്ടാളക്കാരുടെ ഒരു ഓഫീസറായിരുന്ന ഒരു വ്യക്തി, അവന് ഒരു ദാസൻ ഉണ്ടായിരുന്നു. ആ ദാസൻ രോഗിയായി. அந்த ரோமன் படையிலே 100 படையாளிகள் சேர்ந்தது. அதற்கு அதிபதியாக இருந்த ஒருவனுக்கு ஒரு பணிவிடைக்காரன் இருந்தான். அவன் வியாதிப்பட்டான். സാധാരണ ദാസന്മാരെ അടിമകളെ ഒന്നും വലിയ ബലവതിപ്പായിട്ട് അവർ കരുതാറില്ലെന്ന് വരികയില്ല. ഈ ദാസനോട് ഈ ദേഹത്തിന് വലിയ പ്രിയമായി. வழக்கமாக இப்படிப்பட்டதான அடிமைகளுக்கு பெரிதான மதிப்பு விலை கொடுக்காவிட்டாலும் இந்த நூற்றுக்கு அதிபதி இந்த தாசனை மிகவும் நேசித்தார். അവൻ രോഗിയായപ്പോൾ അവനെ സൗഖ്യം വരുവാൻ എല്ലാ വഴിയും നോക്കി, എന്നാൽ സാധിച്ചില്ല. ഒടുവിൽ യേശു സൗഖ്യമാക്കുന്നവൻ കേട്ടറിഞ്ഞു. அவனுடைய வியாதியிலிருந்து அவனுக்கு சுகம் கொடுக்க எத்தனையோ வழிகளை தேடினார். ஆனாலும் அதொன்றும் வாய்க்கவில்லை. ஒரு கடைசியாக இயேசு சுகம் அளிக்கிறார் என்பதை அறிந்தார். അവൻ തന്റെ കീഴിൽ ഒരാളെ അയച്ചിട്ട് യേശുവിനോട് അപേക്ഷ കൊടുക്കുകയാണ്, എന്റെ ദാസൻ ദീനം പിടിച്ച് കിടക്കുന്നു, നീ അവനെ സൗഖ്യമാക്കണം. அவன் தன்னுடைய ஒரு வேலைக்காரனை அனுப்பி இப்படியாக ஒரு விண்ணப்பத்தை வைத்தார். என்னுடைய பணிவிடைக்காரன் வியாதிப்பட்டிருக்கிறான், தயவு செய்து அவனுக்கு சுகமளிக்க வேண்டும். യേശു ഉടനെ തന്നെ തന്റെ പ്രോഗ്രാമുകൾ ചുരുക്കിയിട്ട് അവന്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. இயேசு உடனடியாக தன்னுடைய நிகழ்ச்சியிலே சில மாறுதல்களை பண்ணி அந்த இடத்திலே போக துணிகிறார். എന്നാൽ യേശു വരുന്നത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ വിറച്ചുപോയി. ஆனால் இயேசு வருகிறார் என்ற செய்தியை கேட்டபொழுது இவர் நடுங்கினான். അയ്യോ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ஐயோ, நீர் என்னுடைய வீட்டுக்குள்ளே வர எனக்கு எந்த விதமான தகுதியும் இல்லை. അതെ, ഞാനൊരു അധികാരമുള്ള മനുഷ്യനാണ്. நானும் அதிகாரமுள்ள மனிதன் தான். എന്റെ കീഴിലെ 100 പടയാളിയോട് ഞാൻ പോകാൻ പറഞ്ഞ പോകും, വരാൻ പറഞ്ഞാൽ വരും. என்னுடைய கீழே 100 படையாளிகள் இருக்கிறார்கள். போக சொன்னால் போவான், வர சொன்னால் வருவான். ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ അറിയുന്നു, നിനക്ക് എത്ര വലിയ അധികാരമുണ്ട്, നീ എന്റെ വീട്ടിലേക്ക് വരണ്ട, അവിടെ ഒന്നൊരു വാക്ക് പറഞ്ഞാൽ എന്റെ ദാസന് സൗഖ്യം വരും. ஆனால் நீரோ தேவனுடைய குமாரன், எவ்வளவு அதிகாரம் பொருந்தினவர், என் வீட்டிலே வர வேண்டாம், அங்கே நின்று ஒரு வார்த்தை சொன்னால் போதும், குணமாவான். ശ്രദ്ധിക്കണമേ, അഖിലാണ്ട് മുഴുവൻ സൃഷ്ടിച്ചവൻ അവിടെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ വീട്ടിൽ ആ രോഗി സുഖമാകും എന്ന് വരികയും ആ ഒരു ദാസന് വേണ്ടി ആ വീട്ടിലേക്ക് നടന്നു പോകുവാൻ യേശു തയ്യാറായി. நீங்கள் கவனிக்க வேண்டும், இந்த சர்வ பிரபஞ்சத்தை படைத்ததான் தேவன் அந்த இடத்திலே இருந்து ஒரு சிறு வார்த்தை சொன்னால் கூட அந்த பணிவிடைக்காரனுக்கு சுகம் கிடைக்கும். ஆனாலும் கூட அந்த ஒருவனை தேடி அவனுக்கு சுகத்தை கொடுக்க இயேசு அங்கே செல்ல மனதுள்ளவராய் மாறினார். ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ആരുടെങ്കിലും പ്രിയപ്പെട്ട രോഗികളായി കഷ്ടത്തിലായി എവിടെയെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, இங்கே இருக்கும் உங்களுக்கு யாராவது வியாதிப்பட்டு உங்களுடைய அருமையானவர்கள் தொலைவிலே வியாதிப்பட்டு இருப்பார்களானால் അവിടെ ചെന്ന് അവരെ സൗഖ്യമാക്കുവാൻ യേശു തയ്യാറാണ്. அங்கே சென்று அவர்களுக்கு சுகம் கொடுக்க இயேசு ஆயத்தம். പക്ഷേ യേശു അവിടെ ചെല്ലേണ്ടതില്ല. അവനൊരു വാക്ക് പറഞ്ഞാൽ സൗഖ്യം വരും. ஆனால் இயேசுக்கு செல்ல தேவையில்லை. ஒரு வார்த்தை கற்பித்தால் போதும் குணம் பெறுவார்கள். ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? இந்த இரவில் எத்தனை பேர்கள் விசுவாசிக்கிறீர்கள்? കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെ രോഗിയെ ഞാൻ ആരോഗ്യമുള്ളവനായി കാണും. என் ஆண்டவர் ஒரு வார்த்தை சொன்னால் நான் வீட்டிலே செல்லும் பொழுது எனக்கு அருமையானவர்கள் வியாதிப்பட்டவர்கள் விடுதலையோடு இருப்பதை நான் காண்பேன். തിരുവനന്തപുരത്ത് മുളയർ എന്ന പ്രദേശത്ത് ജോബ് എന്നൊരു വിശ്വാസി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തിലെ മുളയർ എன்கிற இடத்திலே ജോബ് എன்கிறதான ഒരു വിശ്വാസി. നോക്കുമ്പോൾ തന്റെ ഭാര്യ ശരീരം തളർന്ന് കിടക്കയിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ കഴിയാത്ത നിലയിൽ കിടപ്പായിപ്പോയി. അവരുടെ മனைவி അവർ വ്യാധിപ്പെട്ട് പടുക്കലേന്ന് എഴുമ മുടിയാതെ നിലവരത്തിലെ വ്യാധിപ്പെട്ടാர்கள். എങ്കിലും വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ട് ഞാൻ കൺവെൻഷന് കൊട്ടാരക്കര പോവുകയാണ്, അവിടെ വെച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കൺവെൻഷൻ. அந்த வீட்டிலே மற்ற யாரும் இல்லை. அவர்களுக்கு தேவையான எல்லா காரியங்களையும் ஒழுங்க பண்ணிவிட்டு அவர் சொன்னாராம், நான் கொட்டாரக்கரையிலே கன்வென்ஷனுக்கு அங்கே போகிறேன், அங்கே போய் நான் உனக்காக ஜெபிக்க சொல்வேன் என்றார். ആ വാതില് വെറുതെ ചാരിയിട്ടതേ ഉള്ളൂ, കൊളുത്തിട്ടില്ല. കാരണം ഭാര്യയ്ക്ക് എഴുന്നേറ്റ് വന്ന് ആ വാതിൽ തുറക്കാനുള്ളതായ സൗഖ്യമില്ല. அந்த வாசலை அவர் தாழ்பால் போட்டு அடைக்காமல் சும்மாக அப்படியாக சேர்த்து வைத்துதான் போனார். ஏனென்றால் அந்த மனைவிக்கு வந்து அந்த கதவை திறக்க கூட அவர்களுக்கு சக்தி இல்லை. കൺവെൻഷൻ വന്നപ്പോൾ അന്നത്തെ ചീഫ് പാസ്റ്റർ ജേഗുൽ എന്തെങ്കിലും തന്റെ ഭാര്യയുടെ സ്ഥിതിയെ കുറിച്ച് പറഞ്ഞു. அந்த கன்வென்ஷனுக்கு வந்த பொழுது அங்கு இருந்ததான பாஸ்டர் சீஃப் பாஸ்டர் இடத்திலே சென்று தன்னுடைய மனைவி நிலவரத்தை அவர் சொன்னார். ആ പാസ്റ്റർ തന്റെ ജോബിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. அந்த பாஸ்டர் இந்த ஜோபின் மனைவிக்காக ஜெபித்தார். ഒടുവിൽ താൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. கடைசியாக அவர் வீட்டுக்கு சென்றார். ചെന്നപാടെ ഒരു സ്ത്രീ വാതിൽ തുറന്ന് വാതിൽക്കൽ നിൽക്കുന്നു. அவர் அங்கே சென்ற பொழுது ஒரு ஸ்திரீ அந்த வாசலை திறந்து வாசலிலே நிற்கிறாள். അത് തന്റെ ഭാര്യയായിരുന്നു. அது அவருடைய மனைவிதான். അങ്ങോട്ട് പോകുമ്പോൾ കിടപ്പിലായിരുന്നതായ സ്ത്രീ
താൻ പ്രാർത്ഥിപ്പിച്ചിട്ട് കൺവെൻഷന് മടങ്ങി വരുമ്പോൾ തനിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് വാതിൽക്ക് നിൽക്കും. அவர் போகும்பொழுது எழும்பி நிற்க முடியாமல் படுக்கையிலே இருந்ததான இந்த ஸ்திரீ திரும்பி வரும்பொழுது அவர் ஜெபித்து விட்டு வரும்பொழுது இதோ வாசலை திறக்க വാസലിൽ നിൽക്കുകയാர்கள். അവർ സൗഖ്യമായ സമയം ചോദിച്ചറിഞ്ഞപ്പോൾ കൊട്ടാരക്കര കൺവെൻഷന് ഏതാണ്ട് 100 കിലോമീറ്ററെങ്കിലും ദൂരെ നിന്നുകൊണ്ട് ആ പാസ്റ്റർ പ്രാർത്ഥിച്ച വേളയിൽ തന്നെയാണ് സൗഖ്യമായതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. அது எந்த நேரம் என்று இவர் வினவின பொழுது ஏறக்குறைய 100 கிலோமீட்டர் தொலைவிலே அந்த கொட்டாரக்கரையிலே பாஸ்டர் ஜெபித்ததான அந்த சரியான வேளையில் தான் இவர்கள் சுகம் பெற்றார்கள். യേശു ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പത്തെണ്ണം വഹിച്ച് സൗഖ്യമാക്കുന്ന വരികൾ ഇന്നു മുതൽ വഹിച്ച് സൗഖ്യമാക്കുവാൻ അവൻ വിശ്വസ്തനാണ്. യേശു ഉലകത്തിலே இருந்த பொழுது தம்முடைய வார்த்தை அனுப்பி அவர் சுகமாக்கினார். இன்றைக்கு வார்த்தை அனுப்பி சுகமாக்க அவர் உண்மையுள்ளவர். ഒരു ദാസനെ സൗഖ്യമാക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് നടന്നു ചെല്ലുവാൻ സന്നദ്ധനായ ക്രിസ്തു ഇന്ന് രാത്രികാലം എത്രയധികം നിന്നെ കുറിച്ചും നിനക്കുള്ളവരെ കുറിച്ചും സ്നേഹവും കരുതലുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. ஒரு தாசனுக்காக நடந்து சென்று அவனுக்கு சுகம் கொடுக்க விரும்பினதான இயேசு ஆனால் இன்றைக்கு உனக்காக உன் அருமையானவர்களுக்காக சுகத்தை தர எவ்வளவு நீ அன்புள்ளவராக எவ்வளவாக பரிதபிக்கிறவராக இருக்கிறார் என்பதை நீ புரிந்து கொண்டால் நலமாயிருக்கும். ജീവിതകാലത്ത് മറ്റൊരു സന്ദർഭത്തിൽ യേശു ഭൂമിയിൽ ഇരുന്നപ്പോൾ ഇന്നൊരു കാര്യം നടന്നത്. ഒരു പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ രോഗിയാണെന്ന് അറിവ് കിട്ടി. ജപ ആലയ തലവനാകിയ യായിറുവിൻ മകൾ വ്യാധിപ്പെട്ടിരിக்கிறாள் என்பதை அறிந்தார். ആ വീട്ടിലേക്ക് ചെന്ന് അവളെ സൗഖ്യമാക്കുവാൻ തയ്യാറായി. യേശു அந்த வீட்டிலே சென்று அவளுக்கு சுகம் கொடுக்கமனதானா. യേശു പുറപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടി മരിച്ചതായിട്ട് അറിവ് കിട്ടി. ஆனால் இயேசு புறப்பட துவங்கின பொழுதே பிள்ளை மரித்ததாக வார்த்தை வந்தது. യേശു അത്രയും ദൂരം നടന്ന ആ വീട്ടിൽ ചെന്നിട്ട് ஆனாலும் அவ்வளவு தொலைவிலே இயேசு நடந்து அந்த வீட்டிலே சென்று മാതാപിതാക്കൾ ഒഴികെ ബാക്കിയുള്ളവരെ പുറത്താക്കിയിട്ട് பெற்றோர்களை தவிர யாவரையும் வீட்டுக்கு வெளியே புறம்பார். ആ കുട്ടിയുടെ മൃതദേഹം കിടത്തുന്ന കട്ടിലിനടുക്കൽ ചെന്നിട്ട് அந்த കുഴந்தையின் சரீரம் கிடந்ததான கட்டிலுக்கு அருகாமையில் കൈ சென்று പിടിച്ചിട്ട് ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. அவளுடைய கையை பிடித்து வாலிப பிள்ளையே எழும்பு. ശരീരത്തിൽ വിട്ടുപോയ പ്രാണൻ തിരിച്ചു വന്നു. അവൾ ജീവനുള്ളവളായി എഴുന്നേറ്റു. அவளுடைய உடலை விட்டு போனதான ஜீவன் திரும்பி வந்தது. அவள் ஜீவனோடு எழும்பினாள். അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ കുഞ്ഞുമകൾ എന്നാണ് വായിക്കുന്നത്. എന്റെ കുഞ്ഞുമകൾ, என்னுடைய சிறு மகள் என்றுதான் அங்கே படிக்கிறோம். അപ്പോൾ ഒരു കുഞ്ഞുമകൾക്ക് വേണ്ടി ആ വീടോട് നടന്ന് ചെന്ന് സൗഖ്യമാക്കുവാൻ സന്നദ്ധനായ യേശു அந்த சிறிய மகளுக்காகவும் அவ்வளவு தொலைவிலே அந்த வீட்டிலே சென்று அவளுக்கு சுகம் கொடுக்க மனதுள்ள இயேசு ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടിയും നിന്റെ മക്കൾക്ക് വേണ്ടിയും ചെറുമക്കൾക്ക് വേണ്ടിയും എത്രയധികം കരുതലും ശ്രദ്ധയും സ്നേഹവും ഉള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കുള്ളായിരുന്നു. இந்த வேளையிலே உனக்காகவும் சிறிய பிள்ளைகளுக்காக அவர்களுக்கு சுகத்தை தர இயேசு எவ்வளவாய் அன்புள்ளவர், கரிசனையுள்ளவர், பரிதபிக்க கூடியவர் என்பதை புரிந்து கொண்டால் நலமாயிருக்கும். അവൻ നിന്റെ കുഞ്ഞുമകളെ സുഖമാക്കും, വലിയ മകനെ സുഖമാക്കും, നിന്നെയും സുഖമാക്കും. உன்னுடைய சிறிய மகளை குணமாக்குவார், பெரிய மகனை சுகமாக்குவார், உனக்கும் சுகம் தருவார். അവൻ നിന്റെ പിതാവിനെ മാതാവിനെ സൗഖ്യമാക്കുന്ന മുത്തച്ഛനെ മുത്തശ്ശിയെ സൗഖ്യമാക്കും. அவருடைய தகப்பனை தாயை சுகமாக்குவார், ஒரு தாத்தாவை பாட்டியை சுகமாக்குவார். യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. യേശുവാലെ കൂടാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടെ சொல்லி വാർത്തകളെ முடிக்கிறேன். യേശുവിന്റെ ശുശ്രൂഷ കാലത്ത്, യേശുവിന്റെ ഊഴിയത്തിൻ കാലത്തിലെ അത് ബേഥാനിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. ബെത്താനിയാവിലെ ഒരു செய்தி വന്നത്. ബേഥാനിയിലെ ലാസർ രോഗിയായി കിടക്കുന്നു. ബെത്താനിയാവിലെ ലാസർ വ്യാധിപ്പെട്ടിരിக்கிறான். യേശു അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചു. യേശു അங்கே செல்ல தீர்மானித்தார். പിതാവ് അനുവദിച്ചതായ സമയത്താണ് അവിടേക്ക് കടന്നുപോയത്. ஆனால் പിതാവാകിയ ദേവൻ അനുമതി കൊടുത്ത അവിടെ നേരത്തിൽ ചെന്നപ്പോഴേക്കും ഏറെക്കുറെ 4 ദിവസം കഴിഞ്ഞിരുന്നു. ஆனால் அவர் அங்கே செல்லும் பொழுது 4 நாட்கள் தாண்டி விட்டது. മരിച്ചിട്ട് 4 ദിവസം കഴിയുമ്പോഴാണ് യേശു അവിടെ ചെല്ലുന്നത്. മരിച്ച് 4 നാட்கள் താണ്ടി താൻ യേശു അங்கே சென்றார். വീട്ടിൽ ചെന്ന് ഉടനെ യേശു ചോദിച്ചു, അവനെ വെച്ചത് വിടെ? அந்த வீட்டிலே போய் இயேசு கேட்டார், அவனை எங்கே வைத்தீர்கள்? സ്തോത്രം. ആ വീട്ടിലേക്ക് ചെല്ലുവാൻ മാത്രമല്ല, ஸ்தோத்திரம், அந்த வீட்டிலே செல்ல மட்டுமല്ല, യൗവനക്കാരനെ അടക്കിയതായി കല്ലറയ്ക്കരിയിലേക്ക് പോകാൻ യേശു തയ്യാറായി. அந்த வாலிபனை அடக்கம் பண்ணின கல்லறைக்கு நேராக செல்லவும் இயேசு துணிந்தார். അവിടെ ചെന്ന് നമ്മുടെ ദുഃഖത്തിൽ അവനെ പങ്കുചേർന്ന യേശു കണ്ണുനീർ വാർത്തു. அவர்களுடைய துக்கத்திலே பங்கு சேர்ந்தவராக இயேசு அங்கே അടുത്തതായി യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. இயேசு சொன்னார், லாசருவே வெளியே வா. അവൻ മരിച്ച 4 ദിവസമായ മൃതദേഹം ജീവനുള്ള മനുഷ്യനായി പുറത്തു വന്നു.
மரித்து 4 நாட்கள் தாண்டினதான சடலம் அது உயிருள்ள மனிதனாக வெளியே வந்தது. ആ ലാസറിന് വേണ്ടി ബേഥാനിയിലേക്കും ബേഥാനിയിലെ വീണ്ടും സമയമായി കല്ലറയിലേക്ക് പോയവൻ ഇന്ന് രാത്രിക്കാരോട് വന്നിരിക്കുന്നത് നിന്നെ സൗഖ്യമാക്കിയും അത്ഭുതം ചെയ്ത് വായിക്കാൻ വേണ്ടിയാണ്. அந்த லாசருவை தேடி பெத்தானியாவிற்கும் அந்த கல்லறைக்கும் சென்றவர் இன்றைக்கு இங்கே வந்திருப்பது உன்னை தேடி உனக்கு சுகம் தந்து உன்னை வீட்டுக்கு அனுப்பும்படியாகவே ഓരോരുത്തർക്കും വേണ്ടിയും കടന്നു വരുന്നവനായ യേശു, ஒவ்வொரு நபருக்காகவும் வருகிறதான இயேசு, ഓരോരുത്തർക്കും പ്രാധാന്യം കൊടുക്കുന്ന യേശു, ஒவ்வொருவருக்கும் முக்கியத்துவம் தரும் இயேசு, ഓരോരുത്തരെയും വില മതിക്കുന്നവനായ യേശു, ஒவ்வொருவனுக்கும் விலை மதிப்பை தரும் இயேசு, ഓരോരുത്തർക്ക് വേണ്ടിയും തന്റെ ജീവനെ കൊടുത്തവനായ യേശു, ஒவ்வொருவனுக்காகவும் ஜீவனை தந்த இயேசு, ഓരോരുത്തർക്ക് വേണ്ടിയും സൗഖ്യം അത്ഭുതം ചെയ്യുവാൻ ബലസായ യേശു, ஒவ்வொருவனுக்காக அற்புதம் செய்து சுகம் கொடுக்க மனதுள்ள இயேசு ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. இந்த இரவிலே நம்முடைய நடுவில் இருக்கிறார். നമ്മുടെ തലകളെ വണക്കാം, நாம் தலைகளை നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. கண்களை மூடுவோம். എത്ര പേര് വിശ്വസിക്കുന്നു எத்தனை பேர் യേശു விசுவாசிக்கிறீர்கள்? ഇവിടെ വന്നിട്ടുണ്ട്? இயேசு இங்கே வந்திருக்கிறார். എത്ര പേര് വിശ്വസിക്കുന്നു? எத்தனை பேர் விசுவாசிக்கிறீர்கள்? ഏറ്റു പറഞ്ഞാട്ടെ, യേശു ഇവിടെ വന്നിട്ടുണ്ട്. நாம் சேர்ந்து சொல்வோம், இயேசு வந்திருக்கிறார். യേശു ആർക്ക് വേണ്ടി വന്നിരിക്കുന്നു? இயேசு யாருக்காக ഇവിടെ வந்திருக்கிறார்? എല്ലാവർക്കും വേണ്ടി വന്നിരിക്കുന്നല്ല. நாம் யாருக்காக வந்தார் என்றல்ல, അവൻ എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. அவர் எனக்காக இங்கே എത്ര வந்திருக்கிறார். പേർക്കത് വിശ്വസിക്കാൻ കഴിയോ? எத்தனை பேர் விசுவாசிக்கிறீர்கள்? നിങ്ങൾ വാഗൊണ്ട് ഏറ്റു പറഞ്ഞാട്ടെ, அப்படி என்றால் வாயினாலே அறிக்கை യേശു செய்யுங்கள். എനിക്ക് വേണ്ടി മാത്രമായി ഇവിടെ വന്നിരിക്കുന്നു. இயேசு எனக்காக மட்டுமே வந்திருக்கிறார். ഞാനൊരു കാണാതെ പോയ ആളാണ്. நான் காணாமல் போன ஆளுதான். കർത്താവേ, എന്റെ പാപങ്ങളെ ഞാൻ വിട്ടുതിരിയുന്നു. ஆண்டவரே, பாவங்களை விட்டு എന്റെ திரும்புகிறேன். പാപങ്ങളെ ഞാൻ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നു. என்னை இல்லாதவரை நான் அறிக்கை செய்து എന്റെ விடுகிறேன். രോഗസുഖങ്ങളെ പാപസുഖങ്ങളെ ഞാൻ ഇന്നു മുതൽ വെടിയുന്നു. உலக இன்பங்களை பாவ இன்பங்களை இதோ துறந்து விடுகிறேன். എനിക്കൊരു രക്ഷകൻ മതി. எனக்கு ஒரு ரட்சகர் போதும். ദൈവരാജ്യത്തിൽ പോയാൽ മതി. எனக்கு தேவராஜ்யத்தில் சென்றால் എനിക്ക് போதும். നിത്യജീവനെ ലഭിച്ചാൽ മതി. எனக்கு நித்திய ஜீவன் கிடைத்தால் എന്റെ போதும். പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട് കണ്ടാൽ മതി. என் பெயர் ஜீவ புத்தகத்தில் எழுதி கண்டால் போதும். അതെ, നീ സംശയാലുമായിരിക്കുന്നു, நீ சந்தேகப்படுகிறாய், അവിശ്വാസിയായിരിക്കുന്നു. அவிசுவாசியா നീ இருக்கிறாய். സത്യം പറയുന്നവരോടും നിന്നോട് സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരും തർക്കിക്കുന്നവരും വാദിക്കുന്നവരുമായിരിക്കുന്നു. உன்னிடத்திலே சத்தியத்தை சொல்லி உன்னை புரிய வைக்கிறவர்களுக்கு விரோதமாக நீ தர்க்கம் பண்ணி வாதாடுகிறாய். എന്നിട്ട് പോലും യേശുവിനെ സ്നേഹിക്കുന്നു. ஆனாலும் இயேசு உன்னை நேசிக்கிறார். ലാസറിന് വേണ്ടി മാത്രമായി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പോയവൻ அந்த லாசருக்காக மட்டுமாக, തോമസ് இந்த தோமாவுக்காக மட்டுமாக சீசர்களை தேடுகிறார். ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുകയാണ്. இந்த இரவிலே உனக்காக மட்டுமாய் നിന്റെ வந்திருக்கிறார். സംശയങ്ങളെ നീക്കുവാൻ, உன் சந்தேகங்களை നിന്റെ மாற்ற, അവിശ്വാസത്തെ നീക്കുവാൻ, அவிசுவாசம் மாற்ற, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, உன்னை மறுரூபப்படுத்த, നിന്നെ ഒരു വിശ്വാസിയാക്കി തീർക്കുവാൻ, உன்னை ஒரு വിശ്വാസിയാக்க, ഒരു ഉറപ്പുള്ള വിശ്വാസിയാക്കി തീർക്കുവാൻ, உறுதியான വിശ്വാസിയാக்க, നിന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ, உன்னை നിന്റെ மறுரூபப்படுத்த, സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ உன் சுபாவத்தை மாற்ற, ഇന്ന് നിനക്ക് വേണ്ടി മാത്രമേ യേശു ഇവിടെ വന്നിരിക്കുന്നു. இன்னை கொடுக்காக மட்டும் இயேசு வந்திருக்கிறார். ഓ, നീ കർത്താവിനെ വിശ്വസിച്ച വ്യക്തിയാണോ? நீ ஆண்டவரை விசுவாசிக்கிற நபரா? നീ ജലസ്നാനം പറ്റ ദൈവവൈദ്യനാണോ? தன்னை ஞானஸ்நானம் ஏற்றம் செய்த ജനത്തെ വിട്ട കർത്താവിന് പിന്നാലെ സത്യമനുസരിപ്പാൻ പുറപ്പെട്ട ഒരു വ്യക്തിയും അങ്ങനെ ഒരു കുടുംബവുമാണോ? ஒரு இனத்தை ஜனத்தை விட்டு ஆண்டவரை பின்பற்றும்படியாக சென்றதான அப்படிப்பட்டதான ஒரு குடும்பமா? ഇത് നിമിത്തമായി നീ ഒതുക്കപ്പെട്ടിരിക്കുന്നുവോ? இது நிமித்தமாக நீ புறக்கணிக்கப்பட்டாயோ? നിന്ദിക്കപ്പെടുന്നുണ്ടോ? நிந்திக்கப்படுகிறாயோ? പരിഹസിക്കപ്പെടുന്നുണ്ടോ? நீ பரியாசமாய் അപമാനിക്കപ്പെടുന്നുണ്ടോ? அவமானமடைகிறாயோ? സ്വന്തം മിത്രങ്ങളാൽ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ? உன்னை இணையெடுத்தார், உன்னை தள்ளிவிட்டார்களோ? മനുഷ്യരെല്ലാം നിന്നെ വെറുത്തിരിക്കുന്നുവോ? மனிதர்கள் உன்னை வெறுத்தார்களோ? ഓ, നീ ഊരുവിലക്ക് പോലെ നിനക്ക് അവർ കൽപ്പിച്ചിരിക്കുന്നു. அவர்கள் உன்னை ஊரை விட்டு வெளியே தள்ளிவிட்டார்களோ? എന്നാൽ ആ കുരുടനെ തേടി ചെന്നവൻ ഇന്ന് നിന്നെ തേടി വരികയാണ്. அந்த பார்வையற்ற நபரை தேடி சென்றவர் இன்னைக்கு உன்னை தேடி வந்தார். മകളെ, മകനെ, மகனே, என் மகளே, നീ എനിക്ക് വേണ്ടിയാണ് സഹിച്ചതാ. நீ எனக்காகத்தானே சகித்தாய். അല്ലാതെ എന്റെ നാമനിമിത്തമാണ് സഹിച്ചതാ. இவையெல்லாம் என் நாமத்து நிமித்தமாக சகித்தாய். അപമാനം എന്റെ നിമിത്തമാണ് നീ ഏറ്റതാ. இந்த அவமானம் என் நிமித்தம் ஏற்றுக்கொண்டாய். നഷ്ടവും ഞാൻ നിമിത്തമാണ് നിനക്ക് വന്നത്. கஷ்ட நஷ்டங்கள் வந்தது நான் நிமித்தமாக தானே. വെറുത്തതും നിന്നെ ത്യജിച്ചതും എന്റെ നാമനിമിത്തമാണ്. மனிதர்கள் என் நாமத்தினாலே தானே உன்னை வெறுத்தார்கள், தள்ளிவிட்டார்கள். എന്നാൽ എനിക്ക് നിന്നെ തള്ളാൻ സാധ്യമല്ല. ஆனால் என்னாலே உன்னை தள்ளிவிட முடியாது. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ ഞാൻ പിതാവിന് മുൻപിലും ദൂതന്മാരുടെ മുൻപിലും പേരേറ്റു പറയും. மனுஷர்களுக்கு முன்பாக என்னை அறிக்கை செய்தால் என் பிதாவுக்கு முன்பாக தூதர்களுக்கு முன்பாக நான் அறிக்கை செய்வேன். മനുഷ്യ മുമ്പിൽ ഏറ്റുപറയുവാൻ നാണിക്കുന്നവനെ കുറിച്ച് ഞാൻ നിത്യതയിലും ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുന്ന ഈ മഹത്വത്തിലും അവനെ കുറിച്ച് ഞാൻ നാണിക്കും. ஆனால் மனுஷருக்கு முன்பாக என்னை அறிக்கை செய்ய
யாராவது வெட்கப்பட்டால் நான் மகிமையிலே வரும்பொழுது தூதருக்கு முன்பாக அவனை குறித்து நானும் வெட்கப்படுவேன். ആകയാൽ എന്നെ വിശ്വസിച്ചതിനാൽ, വചനമനുസരിച്ചതിനാൽ, സത്യമനുസരിച്ചതിനാൽ നീ നീക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്നെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ஆதலால் என்னை விசுவாசித்தபடியினாலே, என் வசனத்துக்கு கீழ்ப்படுத்தபடியினாலே, சத்தியத்தை பின்பற்றபடியினாலே நீ அவமதிக்கப்பட்டிருந்தால் நான் உன்னை குறித்து வெட்கப்பட மாட்டேன். ആകയാൽ നീ ദുഃഖിക്കുന്നത് എന്തിനാ? ஆதலால் ஏன் துக்கமடைகிறாய்? ഭാരപ്പെടുന്നത് എന്തിനാ? ஏன் பாரமடைகிறாய்? തിരിഞ്ഞ് ചിന്തിക്കുന്നത് എന്തിനാ? ஏன் மீண்டும் ஒருமுறை சிந்திக்கிறாய்? തീരുമാനം അബദ്ധമായി പോയെന്നുള്ളതായ സാത്താനിലേക്ക് അടിമപ്പെടുന്നത് എന്തിനാ? தீர்மானம் மதீனமாக மாறிவிட்டது என்கிறதான சாத்தானின் சிந்தைக்கு ஏன் அடிமைப்படுகிறாய்? ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. நான் உன்னிடத்திலே வந்திருக்கிறேன். നിന്നോടുള്ള സ്നേഹത്തെ ഉറപ്പിച്ചു തരുവാൻ, உன்னிடத்தில்தான் அன்பை உறுதிப்படுத்த, നിന്റെ തീരുമാനത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാൻ, உன் தீர்மானங்களை பலப்படுத்த, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടെന്ന് നിന്നോട് പറയാൻ ഞാൻ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നു. உனக்காக நான் இருக்கிறேன் என்று உன்னிடத்திலே சொல்ல நான் வந்திருக்கிறேன். കഷ്ടത്തിലായിത്തീർന്നത് കൊണ്ട്, திருப்தியாக மாறும்படி, കഷ്ടത്തിലായിത്തീർന്നത് കൊണ്ട്, കഷ്ടത്തിൽ நீ കഷ്ടത്തിലാണபடிയാൽ നിന്റെ ബന്ധുക്കൾ നിന്നെ ഉപേക്ഷിച്ചിരിക്കാം, உன்னுடைய ഉറവിനാരുടെ തകർന്നു പോയിരിക്കാം, உன்னுடைய நண்பர்கள் உன்னை விட்டிருக்கலாம், വിശ്വസിക്കാൻ ആളില്ലാത്ത നിലയായിരുന്നേക്കാം. உன்னை விசுவாசிக்க யாரும் இல்லாததே. എന്നാൽ ആ കുളക്കരയിൽ ചെന്ന യേശു നിനക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ஆனால் அந்த குளத்தண்டையிலே சென்ற இயேசுவை தேடி வந்திருக்கிறார். അവൻ എന്താണ് പറയുന്നത്? அவர் என்ன சொல்கிறார்? ഇതുവരെ നിനക്ക് ആരുമില്ല എന്ന് പറഞ്ഞത് നിർത്തുക. இதுவரை எனக்கு யாரும் இல்லை என்று சொன்னதை நிப்பாட்டு. പല്ലവിയും പാട്ടും നിർത്തുക. ഇനി നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞാട്ട്. அந்த பல்லவி பாடலை நிறுத்து. இது முதல் சொல்லு, எனக்கு இயேசு இருக்கிறார். എനിക്കൊരു യേശു ഉണ്ടെന്ന് പറഞ്ഞാട്ട്. இயேசு இருக்கிறார். യേശുവിനെ തേടി വന്നു എന്ന് പറഞ്ഞാട്ട്. தேடி வந்தார். അവനെന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാട്ട്. അവനെന്നെ ആരോഗ്യപ്പെടുമെന്ന് പറഞ്ഞാട്ട്. அவரை நான் ஆராதிப்பேன். നീ ഒരു അത്ഭുതം കാണാൻ പോകുകയാണ്. അത്ഭുതങ്ങളെ കാൺபாய். നിന്നെ അവനെ മണവാട്ടി തീർക്കാൻ, തന്റെ കഷ്ടമനുഭവിച്ച് നിന്നെ മണവാട്ടി തീർക്കാൻ വന്നിരിക്കുന്നു. அவர் உன்னை தன்னை மனவாட்டியாக மாற்ற அவர் உனக்காக வந்திருக்கிறார். എന്നെ ഞാൻ സ്നേഹിച്ചു എന്നെ മണവാട്ടിയാക്കി തീർക്കുവാൻ. உன்னை நேசித்த மனவாட்டியாக மாற்ற, കഷ്ടപ്പെട്ടത് നിന്നെ എന്നെ മണവാട്ടിയാക്കി തീർക്കുവാൻ. கஷ்டப்பட்டு மனவாட்டியாக ആകയാൽ ഞാനിതാ മണവാട്ടിക്ക് വേണ്ടി കാഹളധ്വനിയോടെ വരാറായി. என் மனவாட்டிக்காக எக்கால சத்தத்தோடு வர போகிறேன். നീ ഒരുങ്ങിയിരുന്നു കൊള്ളുക. நீ ஆயத்தப்படு. നീ ഒരു ബുദ്ധിയുള്ള നിർമ്മല കന്യകയായി എനിക്കായി കാത്തിരുന്നു കൊള്ളുക. மாசற்ற கன்னிகையாக எனக்காக காத்திரு. ഞാൻ നിന്നെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. நான் உன்னை என்னிடத்திலே சேர்த்துக்கொள்கிறேன். ഞാൻ നിന്നെ സാക്ഷിയായി നിയമിക്കുന്നു. என்னுடைய சாட்சியாய் ഞാൻ நிற்கிறேன். നിന്റെ വിളിയെ ഓർപ്പിക്കുന്നു. என்னுடைய அழைப்பை நினைப்பூட்டுகிறேன். തെരഞ്ഞെടുപ്പിനെ ഞാൻ നിന്നെ ഓർപ്പിക്കുന്നു. நான் തെരഞ്ഞെടുപ്പിനെ உன் தெரிந்து கொள்வதை നീ நினைப்பூட்டுகிறேன். ലോകത്തിലുള്ളവനല്ല. நீ உலகத்துக்குரியவனல்ல. ലോകത്തിലുള്ളവനല്ല. உலகத்துக்குரியவனல்ல. നീ എനിക്കുള്ളവനാണ്. எனக்குரியவன். ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ. நான் உன்னை മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ. மனுஷனை பிடிக்கிறவராய் மாற்றுவேன். മക്കളെ നേടുന്നവരാക്കൂ. ஆத்மாக்களை ஆதாயப்படுத்துவதாய் மாற்றுவேன். ഈ ദൗത്യം ഏറ്റെടുത്തു കൊള്ളുക. இந்த கடமை ஏற்றுக்கொள். അതിന് അഭിഷേകം ഞാൻ നിനക്ക് തരുന്നു. அதற்கேற்ற அபிஷேகம் தருகிறேன். അതിൻ്റെതായ അധികാരം നിനക്ക് തരുന്നു. அதற்கேற்ற அதிகாரத்தை தருகிறேன். അതിന്റെ കൃപകളെ വരകളെ ഞാൻ നിനക്ക് തരുന്നു. தேவையான கிருபை வரங்களை നിന്റെ தருகிறேன். പാതാള ശക്തികൾ തടയുകയില്ല. பாதாள வல்லமை உன்னை தடையாதே. അനേകരെ തീർന്ന് വലിച്ചെടുത്ത് രക്ഷിക്കൂ. அனைவரை கீழென்று தப்பித்துக்கொள். അനേകരെ സൗഖ്യമാക്കൂ. அனைவரை சுகமாக்குவார். ഭൂതങ്ങളെ പുറത്താക്കൂ. பிசாசுகளை திறந்துவாய். അനേകരെ പിടിച്ചെടുക്കുന്നവനായി തീരൂ. நீ பிடித்துக் கொள்வார். ഞാൻ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നതിനെ സൗഖ്യമാക്കാൻ വന്നിരിക്കുന്നു. அவனுக்காக உனக்கு சுகம் தர வந்திருக்கிறேன். വിശ്വസിക്കുക, വിശ്വസിക്കുക. விசுவாசி விசுவாசி. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. தேவ வல்லமை கிரியை செய்கிறது. ഒരു അഭിഷേകം ஒரு ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. அபிஷேகம் ഒരു இறங்குகிறது. ശക്തി ஒரு ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. சக்தி இறங்குகிறது. നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്. கஷ்டப்படுத்த வேண்டாம். വിശ്വസിക്കാതിരുന്നാൽ, விசுவாசியாமல் இருந்தால், സമർപ്പിക്കാതിരുന്നാൽ, கொடுக்காமல் இருந்தால், ഏറ്റുകൊള്ളാതെ ഇരുന്നാൽ கேட்காமல் இருந்தால், വലിയ നഷ്ടമായി പോകും. வெளியிடம் பாகமாக ഈ ദൂത് നീ എപ്പോൾ ഏറ്റെടുത്താൽ ஏழை ஏற்றுக்கொண்டால் ദൈവം നിന്നെ അനുഗ്രഹിക്കൂ. தேவனுடைய അവൻ ஆசீர்வாதம் നിന്നെ സൗഖ്യമാക്കൂ. சுகமாக்குவார். അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. படுத்துவார். അവനെ മണവാട്ടിയാക്കി തീർക്കും. ஆக்கிவார். യേശുവിന്റെ വരവിങ്കൽ നീ അവനെ മണവാട്ടിയായി ചേർക്കപ്പെട്ടു. இயேசு வரும்போது நீ மனவாட்டியாய் சேர்க்கப்படுவாய். അഭിഷേകത്തെ സ്വീകരിച്ചു കൊള്ളുക. அபிஷேகத்தை பெற்றுக் கொள்ளுங்கள். ആ പുറകിലറ്റവരെയും ദൈവശക്തി വരുന്നു. கடைசி நொடியிலே இருக்கிறவரை தேடி இயேசு வருகிறார். പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ பரிசுத்தாவின் வல்லமை வருகிறது. കസേരയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ஜெயிலிருந்து எழுந்திருக்கிறார். ആത്മാവിൽ നിറയുന്നതിനാൽ ஆவியை நிரம்புகிறவர்கள் കസേര ഒടിഞ്ഞു പോകാതിരിക്കട്ടെ. அந்த செயல் ஒடுங்கி போக வேண்டாம்.
ദൈവമക്കൾ എഴുന്നേറ്റ് നടക്കുക. ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കുക. കർത്താവേ, വിശ്വസിക്കുന്ന പറയുക. യേശുവേ, ഞാൻ വിശ്വസിക്കുന്ന പറയുക. ഞാൻ ഏറ്റെടുക്കുന്ന പറയുക. ഇപ്പൊ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കുന്ന ശരീരത്തിൽ വെളിപ്പെടും. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. ദൈവം വലിയ കാര്യങ്ങൾ തന്നെ കാണിക്കൂ. നീ അത്ഭുതങ്ങളെ കാണൂ. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ കാണാതെ പോയ ആളായ നിന്നെ, ഒരു ഭാവിയായിരുന്നു നിന്നെ നീതിമാനാക്കി, വിശുദ്ധനാക്കി, രൂപാന്തരപ്പെടുത്തി ശ്രമണമാക്കി ആ ഗുരുവിൽ നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രത്യാശ പുതുക്കാം. മൽപ്രിയനെ എന്നുമേഘെ വന്നിടുമോ എന്നെ വേഗം ചേർത്തിടുവാൻ. മൽപ്രിയനെ എന്നുമേഘെ വന്നിടുവാൻ ചേർത്തിടുവാൻ. നാളുകൾ കഴിച്ചിടുന്നു ഞാൻ.